എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള മാരത്തോൺ വീഡിയോ ആയിട്ടാണ്. ഓരോ അധ്യാപകരും ഇതിന് പിന്നാലെ വരുന്നുണ്ട്. ആദ്യം ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യൽ ടോപ്പിക് എന്ന നിലയിൽ വരുന്നുണ്ട്. തുടക്കത്തിലേ പറയട്ടെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാം സ്നേഹം എനിക്കറിയാം. പക്ഷേ ആ സ്നേഹം പലപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നില്ല. ജസ്റ്റ് കണ്ടുപോകുന്നതേ ഉള്ളൂ. അത് പറ്റില്ല. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആദ്യം തന്നെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ തരാൻ ഞങ്ങൾ ശ്രമിക്കും. ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നുണ്ട്. നമുക്കറിയാം, ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല കോഴ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അങ്ങനെ നിരവധി പരീക്ഷകൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ കേറ്ററ്റ് റിസൾട്ട് എന്ന് പറയുന്ന വമ്പൻ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. കേറ്ററ്റ് രാജേശ്വരി മിസ്സിൻ്റെ നേതൃത്വത്തിൽ ടീച്ചിങ് ചാനലിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അത് വളരെ ഗംഭീരമായ ഒരു കോഴ്സാണ് ഒരുങ്ങാൻ പോകുന്നത്. ഒരുപാട് കാര്യം പറയുന്നില്ല. ചലഞ്ചറിൻ്റെ ഭാഗമാകുക. കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ കാത്തിരിക്കുന്നത് മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച കോഴ്സുകളാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല ചോദ്യങ്ങളുമായിട്ടാണ്, നിലവാരമുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളുമായിട്ടാണ്. പരീക്ഷയ്ക്ക് പോകുന്നത്, പരീക്ഷ ഏതുമായിക്കോട്ടെ, പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്ന, ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയാശംസകൾ. ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമുക്ക് അറിയാം, ഒന്നാമത്തെ ചോദ്യം, ഹി കെയിം ലേറ്റ്, ഡിഡിൻ ഹി? ഗിവ് എ പോസിറ്റീവ് ആൻസർ. യെസ് ഹി കെയിം, യെസ് ഹി ഡിഡ്, യെസ് ഡിഡ് ഹി, യെസ് ഹി ഡസ്. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നത്. ഹി കെയിം ലേറ്റ്, സാധാരണ ഹി കെയിം ലേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിക്കാറുള്ളത്, അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്, ഹി കെയിം ലേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് അല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവ് ആൻസർ കൊടുക്കാൻ പറയും. എപ്പോഴും പോസിറ്റീവ് ആൻസർ കൊടുക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ യെസ് എന്ന് എഴുതണം. യെസ് ആണ് പോസിറ്റീവിൻ്റെ സിമ്പൽ, യെസ്. എന്നിട്ട് ഇതിനെ അങ്ങ് തിരിച്ചിടണം. ഹി ഡിഡിൻറ്റ്, അല്ലേ? അതെ, അങ്ങ് തിരിച്ചിട്ടാൽ മതി. പക്ഷേ പോസിറ്റീവ് ആൻസർ ആകുമ്പം ഡിഡിൻറ്റ് വേണ്ട, ഡിഡ് മതി. നോട്ട് പാടെ അങ്ങ് ഒഴിവാക്കണം. എന്താണ് പോസിറ്റീവ് ആൻസർ കിട്ടാൻ ചെയ്യേണ്ടത്? യെസ് എന്ന് എഴുതുക. പോസിറ്റീവ് ആണെങ്കിൽ യെസ് എന്ന് എഴുതണം, നെഗറ്റീവ് ആണെങ്കിൽ നോ എന്ന് എഴുതണം. ഇവിടെ യെസ് എന്ന് എഴുതി, ശരിയല്ലേ? എന്നിട്ട് അതങ്ങ് തിരിച്ചിട്ടു, ഡിഡിൻറ്റ് ഹി എന്നുള്ളത് തിരിച്ചിട്ടു, ഹി ഡിഡ്. ഇത്രയും കാര്യമുള്ളൂ, നോട്ട് വേണ്ട. ഓക്കെ, ആൻസർ കിട്ടി, യെസ് ഹി ഡിഡ്. ഈ ഐഡിയ ഇനി മറക്കരുത്. താണ്ടെ ഒരു നെഗറ്റീവ് ആൻസറും കൂടെ ഞാൻ കാണിച്ചു തരാം. നെഗറ്റീവ് ആൻസറും കൂടെ കാണിച്ചു തരാം. ഹി വോണ്ട് ഹെൽപ്പ് അസ്, വിൽ ഹി? ഹി വോണ്ട് ഹെൽപ്പ് അസ്, വിൽ ഹി? നെഗറ്റീവ് ആൻസർ പറയാൻ പറയും. നെഗറ്റീവ് ആൻസർ ആകുമ്പോൾ ആദ്യം നോ എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണം? നോ എന്ന് കൊടുത്തു കോമ ഇട്ടു. തിരിച്ചിടണം, ഹി വിൽ. എന്നിട്ട് നെഗറ്റീവ് ആൻസർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ കൊടുക്കണം. അപ്പം ഇങ്ങനെ വരും, നോ ഹി വിൽ പ്ലസ് നോട്ട് എന്തുവാണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തൊരു പഠിച്ചോ, വിൽ പ്ലസ് നോട്ട് വോണ്ടാണ്. ആൻസർ കിട്ടി, നോ ഹി വോണ്ട് എന്ന് വരും. അപ്പം പോസിറ്റീവ് ആൻസറും നെഗറ്റീവ് ആൻസറും കിട്ടുന്ന മനസ്സിലായോ? പോസിറ്റീവ് ആൻസർ എസ് എന്ന് എഴുതിട്ട് തിരിച്ചിടുക, നോട്ട് വേണ്ട. നെഗറ്റീവ് ആൻസർ നോ എന്ന് എഴുതിട്ട് തിരിച്ചിടുക, നോട്ട് വേണം. നെക്സ്റ്റ്, നല്ല ചോദ്യങ്ങളാണ് കാത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം റൈറ്റ്. കണ്ടോ, ഐ ആം റൈറ്റ് ഡാഷ്. ഐ ആം എന്ന് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചോണം. ഐ ആം എന്ന് വന്നാൽ പോസിറ്റീവ് ആയാൽ ടാഗ് ആറിൻ്റെ എന്നാണ്, ആമിൻ്റെ എന്നല്ല. ആറിൻ്റെ എന്ന് എഴുതണം. എന്നാൽ ഐ ആം നോട്ട് എന്ന് വന്നാൽ, പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ ആം നോട്ട് എന്ന് വന്നാൽ ടാഗ് ആമൈ എന്നായിരിക്കും. 2-3 ക്ലൂവും കൂടെ പറഞ്ഞു തരാം ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട്. ലെറ്റസ് എന്ന് വന്നാൽ ഷാൾ വി എന്നായിരിക്കും. ലെറ്റസ് എന്ന് വന്നാൽ ഷാൾ വി എന്നായിരിക്കും. എന്നാൽ പ്ലീസ് ലെറ്റസ് എന്ന് പറഞ്ഞാൽ വില്ല് യു എന്നായിരിക്കും. പ്ലീസ് ലെറ്റസ് എന്ന് വന്നാൽ വില്ല് യു എന്നായിരിക്കും. എന്തായിരിക്കും? പ്ലീസ് ലെറ്റസ് വില്ല് യു എന്ന് വരും. മനസ്സിലായോ? എന്നാൽ യൂസ്ഡ് ടു എന്ന് പറയുന്ന സഹായക്രിയ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറഞ്ഞാൽ ആൻസറിൽ ഡിഡിൻറ്റ് എന്ന് തുടങ്ങുക. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഐ ആം വന്നാൽ ആറിൻ്റെ, ഐ ആം നോട്ട് വന്നാൽ ആമൈ, ലെറ്റസ് വന്നാൽ ഷാൾവി, പ്ലീസ് ലെറ്റസ് എന്ന് പറഞ്ഞാൽ വില്ല് യു, യൂസ്ഡ് ടു സഹായക്രിയ ആയിട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് എഴുതണം. മറന്നു പോകരുത്. 4-മത്തെ ചോദ്യം, കുറച്ച് ചോദ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എവ്രി വൺ വാസ് ഹാപ്പി. എവ്രി വൺ വാസ് ഹാപ്പി ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റൂളാണ്. ക്വസ്റ്റ്യൻ ടാഗ് വേണമെങ്കിൽ ആദ്യം സഹായക്രിയ വേണം. സഹായക്രിയ എഴുതി വെച്ചു, വാസ്. ഓക്സിലറി വെർബാണ് ആദ്യം എഴുതേണ്ടത്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആക്കണം. ആൻസർ വാസിൻ്റെ. എവ്രി വൺ വന്നാൽ എന്താണ്? എവ്രി വൺ വന്നാൽ ദേ, വാസിൻ്റെ ദേ. എല്ലാവരും വിചാരിക്കും ഉത്തരവുണ്ട് വാസിൻ്റെ, എവ്രി വൺ വന്നാൽ വാസിൻ്റെ ദേ.
വാസിൻ്റെ ദേ എന്നും പറഞ്ഞ് ഇവിടെ ഇല്ല. ഇത് വാസിൻ്റെ ദേ എന്ന് വന്നിരുന്നെങ്കിൽ ഉത്തരം അതെല്ലാവരും അങ്ങ് എഴുതി വെച്ചാനെ. പക്ഷെ തെറ്റാ. ആൻസർ വേർ ഇൻഡ് ദേ. വേർ ഇൻഡ് ദേ. വാസ് വന്നപ്പോൾ എന്തിനാണ് വേർ ആക്കിയത്? ബാക്കിയെല്ലാം മനസ്സിലായി. പോസിറ്റീവായിട്ട് ഇൻഡ് ചേർത്തു. എവരിവൺ വന്നാൽ ദേ ആണ്. ഈ എല്ലാവരുടെയും സംശയം വാസ് എങ്ങനെ വേറായി? കാരണം ദേയുടെ കൂടെ വാസ് ഉപയോഗിക്കത്തില്ല. ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ വാസ് മാറ്റി വേറാക്കണം. അതേ സ്ഥാനത്ത് ഈസാണ് വരുന്നതെങ്കിൽ ആറാക്കണം. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ. എവരിവൺ ഈസ് ഹാപ്പി. ഇങ്ങനെയായിരുന്നു ചോദ്യം വന്നിരുന്നെങ്കിൽ, എവരിവൺ ഈസ് ഹാപ്പി എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ ആൻസർ ഈസിൻ്റെ ദേ എന്നല്ല എഴുതേണ്ടത്. പിന്നെ എന്തെഴുതണം? അത് മാറ്റി ആറിൻ്റെ ദേ എന്നെഴുതണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റൂളാ, മറന്നു പോകരുത്. വേർ ഇൻഡ് ദേ ഇസ് ദ റൈറ്റ് ആൻസർ. നെയ്തർ ഓഫ് ദം ന്യൂ ദ ആൻസർ. ക്വസ്റ്റ്യൻ്റെ ആകെ തന്നെയാണ് നെയ്തർ ഓഫ് ദം ന്യൂ ദ ആൻസർ. നെയ്തർ ഓഫ് ദം വന്നാൽ ദേ ആണ്. അവസാനം വരേണ്ടത് ദേ ആണ്. ഓക്കെ. നെയ്തർ വന്നാൽ നെഗറ്റീവ് ആണ്. അപ്പം ടാഗിൻ്റെ കൂടെ പോസിറ്റീവ്. ന്യൂ വരുമ്പം വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഡിഡ്, അതറിയാവോ? ഡിഡ് ദേ എന്ന് വരും. എന്തുകൊണ്ട് ഡിഡിൻ്റെ വന്നില്ല? നെയ്തർ നെഗറ്റീവ് ആയതുകൊണ്ട്. ആൻസർ ഡിഡ് ദേ. ഇനി നിങ്ങളുടെ സംശയം ന്യൂ എങ്ങനെ ഡിഡായി? സെൻറ്റൻസിൽ സഹായക്രിയ ഇല്ലെങ്കിൽ നോ. നോ വന്നാൽ ഡു. പ്രസൻ്റ് ആണെങ്കിൽ ഡു. സിംഗുലർ ആണെങ്കിൽ യെസ് വന്നാൽ, നോസ് വന്നാൽ ഡസ്. ന്യൂ എന്ന് വന്നാൽ ഡിഡ്. പാസ്റ്റ് ആണെങ്കിൽ ഡിഡ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. യെസ് വന്നാൽ ഡസ്, പ്രസൻ്റ് ആണെങ്കിൽ ഡു, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ്. അങ്ങനെയാണ് ഡിഡ് ദേ എന്ന് വന്നത്. നെയ്തർ വന്നുകൊണ്ട് നെഗറ്റീവ് ആണ്. ആൻസർ ഡിഡ് ദേ എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ടിക്ക് ചെയ്യില്ലെങ്കിലും ആൻസർ ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണേ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. സൂപ്പർ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ന്യൂ മോഡൽ ചോദ്യങ്ങൾ. വേറൊരു പ്ലാറ്റ്ഫോമിലും ഇനി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ കിട്ടില്ല. ഞാൻ ചെയ്ത ന്യൂ മോഡൽ ചോദ്യങ്ങളെല്ലാം ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. വരുന്ന ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അത് വലിയ ഗുണപ്രദമായിരിക്കും. ആരും അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ക്ലാസ്സുകളാണ്. അത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നെയ്തർ ഓഫ് ദം ഡാഷ് ഹാർഡ് വർക്കിംഗ്. നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അഥവാ കോൺവേർഡ് ആണ്. വൺ ഓഫ് റൂള് പഠിച്ചോണം. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്. ഈ റൂളെല്ലാം ഒന്ന് തന്നെ. നെയ്തർ ഓഫ്. ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എസ് ഉള്ള വെർബ്. എസ് ഉള്ള വെർബ് ഏതൊക്കെയാണ്? ഒരെണ്ണേ ഉള്ളൂ. ഇതെല്ലാം പ്ലൂറലാണ്. 6 പ്ലൂറൽ, വേറെ പ്ലൂറൽ, ഹാവ് പ്ലൂറൽ. ആൻസർ കിട്ടി. നെയ്തർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ്. വൺ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ്. എയ്തർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ്. ഏത് വന്നാലും വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. സിംഗുലർ എന്ന് പറഞ്ഞാൽ എസ് ഉള്ള വെർബ്. ഇവിടെ ഈസ് ആണ്. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. നെക്സ്റ്റ്, ആ റൂള് മറക്കല്ലേ ആരും. ഈച്ച് ഓഫ് us ഡാഷ് ഗിവൻ എ പ്രൈസ്. നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചു. ഇംഗ്ലീഷിലെ 2 പ്രോനൗൺ, ഒന്ന് ഈച്ചും എവരിയും. എവിടെ വന്നാലും വെർബ് സിംഗുലറാണ്. ഈച്ചും എവരി എവിടെ വന്നാലും വെർബ് സിംഗുലറാണ്. ഒരു കാരണവശാലും മറക്കരുത്. അങ്ങ് കാണാതെ പഠിച്ചു. ഹാവ് വരത്തില്ല. സിംഗുലർ എന്ന് പറഞ്ഞാൽ എസ് ഉള്ള വെർബ്. ഹാവ് വരത്തില്ല, വേറെ വരത്തില്ല. ആൻസർ ഹാസ്. അപ്പോൾ എന്തുവാ പഠിക്കണ്ടേ? ഈച്ചും എവരി എവിടെ വന്നാലും വെർബ് സിംഗുലറാണ്. ഒരു കാരണവശാലും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two girls like dash very much. The two girls like dash very much. The two girls like അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വലായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ഈച്ച് അതർന്ന് എഴുതണ്ടേ, വൺ അനദർന്ന് എഴുതരുത്. ഇവിടെ ഈച്ച് അതറും വൺ അനദറുമാണ് പോസിബിൾ ആൻസേഴ്സ്. ഈച്ച് വരത്തില്ല, നൺ ഓഫ് ദീസും വരത്തില്ല. ഈച്ച് അതർ ആണോ വൺ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഈച്ച് അതർ. പഠിച്ചു വെക്കുക. ഈച്ച് അതർ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹർ കോഴ്സ്. സൂപ്പർ ചോദ്യമാണ്. ഒരു ടെൻസ് പഠിപ്പിക്കാം. 2 ടെൻസ് ഈസി ആയിട്ട് പഠിപ്പിക്കാം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ബൈ ദിസ് ടൈം എന്ന് പറയുന്ന വാക്കിന് ശേഷം ശ്രദ്ധിച്ചോണേ, ഒരു ഫ്യൂച്ചർ ടൈം വേർഡ് വന്നാൽ, ഫ്യൂച്ചർ ടൈം വേർഡ് എന്ന് പറഞ്ഞാൽ നാളെയെ കാണിക്കുന്ന, നെക്സ്റ്റ് ഡേ എന്നോ നെക്സ്റ്റ് വീക്ക് എന്നോ നെക്സ്റ്റ് ഇയർ എന്നോ നെക്സ്റ്റ് മന്ത് എന്നോ ഒക്കെ വന്നാൽ, ബൈ ദിസ് ടൈമിന് ശേഷം വന്നാൽ ഒന്നുകിൽ വിൽ ബി ING, ഫ്യൂച്ചർ കണ്ടിന്യൂസാ, അത് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, ഈ ഫോം അങ്ങ് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ വിൽ ഹാവ് V3. ആദ്യം അത് പഠിക്കും. ബൈ ദിസ് ടൈമിന് ശേഷം ഒരു ഫ്യൂച്ചർ ടൈം തന്നാൽ ഒന്നുകിൽ വിൽ ബി ING അല്ലെങ്കിൽ വിൽ ഹാവ് V3. വിൽ ബി ING ഫ്യൂച്ചർ കണ്ടിന്യൂസും വിൽ ഹാവ് V3 ഫ്യൂച്ചർ പെർഫെക്റ്റും ആണ്. അത് പഠിക്കുക. രണ്ടും ഉണ്ട്. വിൽ ബി കംപ്ലീറ്റിംഗും ഉണ്ട്, വിൽ ഹാവ് കംപ്ലീറ്റഡ് ഉണ്ട്. ഇതിലേതോ ഒരെണ്ണമാണ്. ഏതാണ് ശരി? രണ്ടിനും അർത്ഥ വ്യത്യാസമുണ്ട്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണെങ്കിൽ വിൽ ബി ING, ഫ്യൂച്ചറിൽ കഴിയാൻ പോകുന്നൊരു ആക്ഷൻ ആണെങ്കിൽ വിൽ ഹാവ് V3. ഉദാഹരണം, ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. നാളെ ഇതേ സമയത്ത് ഞാൻ ദുബായിലോട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും.
നാളെ ഇതേ സമയത്ത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷൻ. എന്നാൽ ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. നാളെ ഇതേ സമയത്ത് ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരെണ്ണം നാളെ ഇതേ സമയത്ത് നടക്കാൻ പോകുന്ന ആക്ഷൻ, നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ. എന്നാൽ അടുത്തതോ നാളെ ഇതേ സമയത്ത് കഴിയാൻ പോകുന്ന ആക്ഷൻ. കഴിയാൻ പോകുന്നത് ഇതും നടന്നുകൊണ്ടിരിക്കുന്ന ഇതും. ഇനി പറ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹർ കോഴ്സ് വിൽ ഹാവ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കഴിയും, അതാണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റിംഗ് എന്ന് പറയത്തില്ലല്ലോ, കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയത്തില്ല, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇത് മറക്കരുത്. 2 ടെൻസ് ഒറ്റയടിക്ക് പഠിപ്പിച്ചു. നെക്സ്റ്റ്, ഷീ ഡാഷ് 3 ലാംഗ്വേജസ് നൗ ഷീ ഡാഷ് എ 4th. എപ്പോഴും ചോദിക്കുന്നതാ. എവറി ഇയർ ഹി ഗോസ് ടു ഊട്ടി ബട്ട് ദിസ് ഇയർ ഹി ഈസ് ഗോയിങ് ടു കൊടൈക്കനാൽ. അങ്ങനെ പറയുന്നത്. എല്ലാ വർഷവും അവൻ ഊട്ടി പോവും, ഗോസ്. ബട്ട് ദിസ് ഇയർ ഹി ഈസ് ഗോയിങ് ടു കൊടൈക്കനാൽ എന്നാ പറയുന്നത്, മറന്നു പോരുത്. എവറി ഇയർ ഹി ഗോസ് ടു ഊട്ടി ബട്ട് ദിസ് ഇയർ ഹി ഈസ് ഗോയിങ് ടു കൊടൈക്കനാൽ. അതായത് ഒരെണ്ണം സിമ്പിൾ പ്രസൻറ്റും മറ്റേത് പ്രസൻറ്റ് കഴിഞ്ഞു ദിവസം. അങ്ങനെ വരുന്നതാ. അവന് 3 ഭാഷകൾ അറിയാം. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറയുന്നത്? എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ നോ ഇംഗ്ലീഷ്. ഹീ നോസ് ഇംഗ്ലീഷ്. അത് തന്നെ, ഷീ നോസ്. അവൾക്ക് 3 ഭാഷകൾ അറിയാം, സിമ്പിൾ പ്രസൻറ്റ്. അവൾ 4ാമതൊരെണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നൗ ഷീ ഈസ് ലേണിംഗ് എ 4th എന്ന് പറയും. നൗ ഷീ ഈസ് ലേണിംഗ് എ 4th ഈസ് ദ റൈറ്റ് ആൻസർ. മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റേതും പഠിച്ചോണേ. എവരി ഇയർ ഹി ഗോസ് ടു ഊട്ടി ബട്ട് ദിസ് ഇയർ ഹി ഈസ് ഗോയിങ് ടു കൊടൈക്കനാൽ. അത് ചോദിച്ചിട്ടുണ്ട്. ഇതേ ടൈപ്പ് തന്നെ. ബിഫോർ ഹി ഡാഷ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. സൂപ്പറാണ്. 2 പാസ്റ്റ് ആക്ഷൻ. പാസ്റ്റ് നടന്ന 2 കാര്യങ്ങൾ. ആദ്യത്തെ ആക്ഷൻ കാണിക്കാൻ വേണ്ടി ഹാർഡ് പ്ലസ് V3 ഉപയോഗിക്കും. 2ാമത്തെ ആക്ഷൻ കാണിക്കാൻ വേണ്ടി V2 ഉപയോഗിക്കും. ഇത് പാസ്റ്റ് പെർഫെക്റ്റ്, ഇത് സിമ്പിൾ പാസ്റ്റ്. ടെൻസിൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിലും ഈ ഫോം പഠിച്ചാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു. ആദ്യം നടന്ന ഈ പോയിരുന്നു എന്ന് പറയത്തില്ല, അതാ ഹാർഡ് പ്ലസ് V3. ഇരുന്നു. ഞാൻ കല്യാണത്തിന് എത്തുന്നതിന് മുമ്പേ കല്യാണം കഴിഞ്ഞിരുന്നു. ഈ ഇരുന്നു എന്ന് പറയുന്നതാണ് ആദ്യം നടന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു. ട്രെയിൻ പോയിരുന്നു പറയുമ്പോൾ ഹാർഡ് റീച്ച്ഡ്. ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ്, ഹാർഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയിരുന്നു. 2ാമത്തെ V2, റീച്ചിൻ്റെ V3 റീച്ച്ഡ്, V2 റീച്ച്ഡ്. ബിഫോർ ഹി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ്. ഒരു കാരണവശാലും മറന്നു വരും. ബിഫോർ ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ്. ഒരു കാരണവശാലും മറക്കരുത്. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യൻ്റ് ഹാർഡ് ഡൈഡ്. ഡോക്ടർ വരുന്നതിന് മുമ്പേ രോഗി മരിച്ചിരുന്നു. ഹാർഡ് ഡൈഡ്. രോഗി മരിച്ചത് ആദ്യം നടന്നത്. പേഷ്യൻ്റ് അറൈവ്ഡ് V2. മറക്കരുത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ഒന്ന് എഴുതി കാണിക്കും. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായി വെയിറ്റിംഗ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് തരും. രഞ്ജിത്ത് സാർ എവിടെ പോയാലും ഞങ്ങൾ കൂടെ കാണും, രഞ്ജിത്ത് സാർ വരുന്നതും കാത്തിരിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷേ ചാനലിൻ്റെ കാര്യം വരുമ്പം മാത്രം ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല, വ്യൂസ് വരുന്നില്ല. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്, നിങ്ങളാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്നെ ഞാൻ തരും. ഓക്കെ. വെൻ ഹി ഡാഷ് ദ റൂം ഹിസ് സൺ ഡാഷ് ഹിസ് ചെയർ. എപ്പോഴും ചോദിക്കുന്നത് 2 പാസ്റ്റ് ആക്ഷൻസ്. അതായത് അവൻ റൂമിലേക്ക് കയറുമ്പോൾ അവൻ്റെ മകൻ ചെയറിലിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് പറയും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണം കണ്ടിന്യൂസ് ആക്ഷനാണ്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാസ് ഓർ വെയർ പ്ലസ് ING. ഒരെണ്ണം വാസ് ഓർ വെയർ പ്ലസ് ING പറയും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു ആക്ഷൻ. രണ്ടാമത്തത് V2, സിമ്പിൾ പാസ്റ്റ് ഉള്ള ആക്ഷൻ. അതായത് റൂമിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, മകനിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ് ഓർ വെയർ ING. ഇനി പറ, എൻ്റേഡ്. അവൻ റൂമിലേക്ക് കയറി V2. ഹിസ് സൺ ഡാഷ് ഇൻ ഹിസ് ചെയർ. പറ, വാസ് സ്ലീപ്പിംഗ്. മറന്നു പോകരുത്. മകൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. എൻ്റേഡും വാസ് സ്ലീപ്പിംഗ് മറക്കരുത്. വെൻ ഐ എൻറ്റേഡ് ദ റൂം മൈ ഫാമിലി വാസ് വാച്ചിങ് ടെലിവിഷൻ. ഞാൻ റൂമിലോട്ട് കയറുമ്പോൾ എൻ്റെ ഫാമിലി TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. When I entered the kitchen, my mother was cooking. Okay. Find out the error in the sentence given. One has to do his duty. തെറ്റ്. വൺ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പൊസസീവ് ഹേസ് ഹിസ്സും ഹറും അല്ല, വൺസ് ആണ്. ഇതാണ് തെറ്റ്. വൺ ഹാസ് ടു ഡു വൺസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞേ. വൺ ഹാസ് ടു ഡു വൺസ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. തെറ്റ് തിരുത്താൻ. സൂപ്പർ ചോദ്യമാണ്, മറന്നു വരുന്നത്. എപ്പോഴും ചോദിക്കുന്നത്. പീപ്പിൾ ബിലീവ് ദാറ്റ് ദ ഗോഡ് ഈസ് ഓംനി പ്രസൻറ്റ്. എവിടെയാണ് തെറ്റ്? ദ ഗോഡ് എന്ന് പറയേണ്ട, ഗോഡിന് മുമ്പിൽ ആർട്ടിക്കിൾ വേണ്ട. ഗോഡ്, ഹെല്ല്, ഹെവൻ, ഇത് 3ഉം സാങ്കല്പികമാണ്, യുണീക്ക് നൗൺ അല്ല. ഇതിൻ്റെ മുമ്പിൽ ആവശ്യമില്ലാതെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട. ഓക്കെ. നെക്സ്റ്റ്, ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. ഓക്കെ. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അങ്ങനല്ലേ തോന്നുന്നേ? ആണോ? അല്ല, തെറ്റുണ്ട്.
ഡോഗിൻ്റെ മുമ്പിൽ ദ ഡോഗ് എന്ന് എഴുതണം. എന്തിന് ദ ഡോഗ്? ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആ വിഭാഗത്തെ മുഴുവൻ പരാമർശിക്കുമ്പോൾ അതിന് മുമ്പിൽ ദ ഉപയോഗിക്കണം. ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ആനിമൽസ്. ആനിമൽസിൻ്റെ രാജാവാണ് സിംഹം. ദ ലയൺ, ആ സിംഹം എന്നല്ല പറയുന്നത്. ആ ഏത് സിംഹത്തെയാണ് നമ്മൾ കാട്ടിലെ രാജാവെന്ന് വിളിക്കുന്നത്? കാട്ടിലെ മുഴുവൻ സിംഹങ്ങൾക്കും ചേർന്ന പേരാണ് കാട്ടിലെ രാജാവ്. ഒരു സിംഗുലർ നൗൺ ആ വിഭാഗത്തെ മുഴുവൻ പരാമർശിച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ദാ ഉപയോഗിക്കണം, മറന്നുപോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാൻ ഈസ് മോർട്ടൽ. വേണ്ട, മനുഷ്യൻ. ഇപ്പം മാൻ, വുമൺ എന്നിവ പൊതുവായി പറയുമ്പോൾ നോ ആർട്ടിക്കിൾ. മാൻ, വുമൺ എന്നിവ പൊതുവായി പറയുമ്പോൾ നോ ആർട്ടിക്കിൾ. പഠിച്ചു വെച്ചോളൂ. മാൻ ഈസ് മോർട്ടൽ വേണ്ട. വുമൺ ഈസ് ദ ബെറ്റർ പാർട്ട് ഓഫ് മാൻ വേണ്ട. പക്ഷെ പർട്ടിക്കുലറായിട്ട് പറയാം, ഇന്ന മനുഷ്യൻ, ഇന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ ദാ ഉപയോഗിക്കണം. ദ മാൻ ഐ സോ അറ്റ് ദ ഹോട്ടൽ വാസ് എ ഡോക്ടർ. ഞാൻ ഹോട്ടലിൽ വെച്ച് കണ്ട ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദാ ഉപയോഗിക്കണം. ദ വുമൺ ഐ സോ അറ്റ് ദ പാർക്ക് വാസ് എ നേഴ്സ് എന്ന് പറയുമ്പോൾ ദാ ഉപയോഗിക്കണം. അല്ലെങ്കിൽ മനുഷ്യൻ, പെണ്ണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ നോ ആർട്ടിക്കിൾ. നെക്സ്റ്റ്. ദ പ്ലാറ്റിനം ഈസ് എ പ്രഷ്യസ് മെറ്റൽ. വേണ്ട, മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ നൗൺ ആണ് എല്ലാ ലോഹങ്ങളും മെറ്റീരിയൽ നൗണാണ്. അത് പൊതുവായി പറയുമ്പം നോ ആർട്ടിക്കിൾ. ഗോൾഡ് ഈസ് പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എപ്പോഴാണ് ദാ ഉപയോഗിക്കുന്നത്? ദ ഗോൾഡ് യൂസ്ഡ് ഇൻ ദിസ് റിംഗ്. ഗോൾഡ് യൂസ്ഡ് ഇൻ ദിസ് റിംഗ്. ഈ മോതിരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം ഈസ് പ്രഷ്യസ് എന്ന് പറയുമ്പോൾ എന്തുപയോഗിക്കണം? ദാ ഉപയോഗിക്കണം. ഇവിടെ വേണ്ട, ഇവിടെ നോ ആർട്ടിക്കിൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്ലാറ്റിനം പ്രഷ്യസ് എന്നാന്ന് പറയുമ്പോൾ വേണോ? ഇത് പൊതുവായി പറയുന്നു, ഇത് പർട്ടിക്കുലർ ആയിട്ട് പറയുന്നു. ഇന്ന സ്വർണം, അപ്പോൾ ദാ ഉപയോഗിക്കണം. ഇന്ന പ്ലാറ്റിനം ഒന്നും അവിടെ പറയുന്നില്ലല്ലോ. മെറ്റീരിയൽ നൗൺ പൊതുവായി പറയുമ്പോൾ നോ ആർട്ടിക്കിൾ, പർട്ടിക്കുലർ ആയിട്ട് പറയുമ്പോൾ ദാ ഉപയോഗിക്കണം. പഠിച്ചു വെച്ചോണം. വാട്ടർ ഈസ് പ്രഷ്യസ്. വാട്ടറിൻ്റെ മുമ്പേ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ ദ വാട്ടർ ഇൻ ദ പോണ്ട് ഈസ് പ്രഷ്യസ് എന്ന് പറയുമ്പോൾ ദ വാട്ടർ ഇൻ ദ പോണ്ട് ഈസ് പൊല്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ദാ ഉപയോഗിക്കണം. കുളത്തിലെ വെള്ളം എന്ന് പറയുന്നു. മെറ്റീരിയൽ നൗൺ പർട്ടിക്കുലർ ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ വേർ എവർ നെസസറി. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ദ ക്ലാസ്. ആബ്സെന്റിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം. ക്ലാസ്സിൽ നിന്നും ആബ്സെന്റ്. ആബ്സെന്റ് ഇന്നെന്നല്ല, ആബ്സെന്റ് ഫ്രം. പഠിച്ചിട്ടുണ്ട്, അതങ്ങ് കാണാൻ പഠിച്ചോ. ഹി വാസ് ആബ്സെന്റ് ഫ്രം ദ ക്ലാസ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ. കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്തുവാ? കൺഗ്രാജുലേറ്റ് ഓൺ. ഫോണ്ടിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്തുവാ? ഓഫ്. കൺസിസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്തുവാ? ഓഫ്. അഫ്രൈഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്തുവാ? ഓഫ്. ഒരു കാരണവശാലും പറയാം. കൺഗ്രാജുലേറ്റ് ഓൺ, ഫോണ്ട് ഓഫ്, കൺസിസ് ഓഫ്, അഫ്രൈഡ് ഓഫ്. മറന്നു പോരും. നെക്സ്റ്റ്. ദ പ്രപ്പോസൽ വാസ് അക്സെപ്റ്റബിൾ ഡാഷ് മീ. അക്സെപ്റ്റബിൾ എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു. ദ പ്രപ്പോസൽ വാസ് അക്സെപ്റ്റബിൾ ടു മീ എന്ന് പറയും. അക്സെപ്റ്റ് ടു എന്നാണ് പറയുന്നത്. മറന്നു പോരുത്. നെക്സ്റ്റ്. ഒരെണ്ണം പറഞ്ഞുതരാം. വേറൊരെണ്ണം. സിമ്പതി ഫോർ. കാണാതെ പഠിച്ചോണം. ഞാൻ ഈ പറയുന്ന എല്ലാം മാർക്കാണ്. സിമ്പതി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഫോർ ഉപയോഗിക്കും. സിമ്പതറ്റിക് എന്ന് പറയുന്ന വാക്കിന് ശേഷം എന്തുപയോഗിക്കും? സിമ്പതറ്റിക് എന്ന് പറയുന്ന വാക്കിന് ശേഷം ടു. സിമ്പതൈസ്ഡ് വെർബാണെങ്കിൽ സിമ്പതൈസ്ഡ് എന്ന് പറയുന്ന വാക്കാണ് വരുന്നതെങ്കിൽ വിത്ത്. ഇത് മറന്നു പോരുത്. സിമ്പതി ഫോർ, സിമ്പതറ്റിക് ടു, സിമ്പതൈസ്ഡ് വിത്ത്. ജീവിതത്തിൽ മറക്കരുത്. ദ മിനിസ്റ്റർ വാസ് അക്കമ്പനീഡ് ഡാഷ് ഹിസ് പ്രൈവറ്റ് സെക്രട്ടറി. അക്കമ്പനീഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അക്കമ്പനീഡ് ബൈ എന്നാണ്. ഒരു കാരണവശാലും മറക്കരുത്. നെക്സ്റ്റ്. ദ പ്രിസണർ വാസ് അക്യൂറ്റഡ് ഡാഷ് ദ ചാർജ്. അക്യൂറ്റ് പഠിച്ചോണം. അക്യൂറ്റ്, അക്യൂസ്, ഈ രണ്ട് വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫാണ്. അക്യൂറ്റ്, അക്യൂസ്. മറന്നു പോരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ഹാസ് ഗ്രേറ്റ് അഫെക്ഷൻ ഡാഷ് ദ ബേബി. അഫെക്ഷൻ ഫോർ ദ ബേബി എന്നാണ് പറയുന്നത്. അഫെക്ഷൻ ഫോർ. അഫെക്ഷൻ ടുവേർഡ്സ് എന്ന് പറയും, അഫെക്ഷൻ ഫോർ എന്ന് പറയും. ഇവിടെ ഫോറാ, ടുവേർഡ്സ് ഇല്ല. നെക്സ്റ്റ്. ഷീ ടേക്സ് ഹർ ഫാദർ ഡാഷ് ഹർ ഫാദർ. ഒരു ഫ്രേസൽ വെർബ്. രണ്ട് കൺഫ്യൂസിങ് ഫ്രേസൽ വെർബാണ്. ലുക്ക് ആഫ്റ്ററും അതേപോലെ തന്നെ ടേക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നർത്ഥം. സംരക്ഷിക്കുക എന്നർത്ഥം. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ, സാമ്യം തോന്നിക്കുക എന്നർത്ഥം. അച്ഛനെ പോലെ ഇരിക്കുക. അതായത് ഹൂ വിൽ ലുക്ക് ആഫ്റ്റർ മൈ പാരൻസ് വെൻ ദേ ഗെറ്റ് ഓൾഡ്. എൻ്റെ അച്ഛനെയും അമ്മയും വയസ്സാം കാലത്ത് ആര് നോക്കും? സംരക്ഷിക്കും. ഹീ ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ. അവൻ അവൻ്റെ അച്ഛൻ്റെ കൂട്ടിരിക്കുന്നത്. മുഖസാദൃശ്യമുണ്ട്, രൂപസാദൃശ്യമുണ്ട്. ടേക്സ് ആഫ്റ്റർ കണ്ട. ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ, സാമ്യം തോന്നിക്കുക. മറന്നു വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ഷുഡ് എയിം ഡാഷ് എ ഫസ്റ്റ് ക്ലാസ്. എയിം, ഗുഡ്, ക്ലവർ ഈ പറയുന്ന വാക്കിന് ശേഷം അറ്റ് ഉപയോഗിക്കണം. എയിം അറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഒരു കാര്യത്തിൽ എയിം ചെയ്യുന്ന പറയുമ്പോൾ എയിം അറ്റ്.
ഹി ഈസ് ഗുഡ് അറ്റ് ഫിസിക്സ്, ഗുഡ് അറ്റ് കെമിസ്ട്രി, ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്, ഗുഡ് അറ്റ് ഗ്രാമർ. ക്ലവർ അറ്റ് ഫിസിക്സ്, ക്ലവർ അറ്റ് സ്വിമ്മിങ്, ക്ലവർ അറ്റ് ഡാൻസിങ്. പഠിച്ചു വെച്ചോണം. ഒരു കാര്യത്തിൽ നല്ലതാണ്, ബുദ്ധിയുള്ളതാണ്, ഒരു വിഷയത്തിൽ നല്ലതാണ്, ബുദ്ധിയുള്ളതെന്ന് പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കും. മറന്നുപോകല്ലേ? വീടി പറയുന്നത് എന്തിനാ അറിയാവോ? ഒരുപാട് കാര്യങ്ങൾ കിട്ടാനാ, പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് വേണ്ടിയാ. ഡോണ്ട് ബി ആംഗ്രി ഡാഷ് മീ. നിങ്ങൾക്കൊരു ആളോട് ദേഷ്യം തോന്നിയാൽ വിത്ത് സമ്മൺ. പഠിച്ചു വെച്ചോണം. നിങ്ങൾക്കൊരു കാര്യത്തോട് ദേഷ്യം തോന്നിയാൽ സംതിങ്. ആംഗ്രി അറ്റ്. മറന്നു പോകരുത്. ഇപ്പൊ യു ആർ ആംഗ്രി വിത്ത് മീ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ട്, വിത്ത്. യു ആർ ആംഗ്രി അറ്റ് മൈ ടീച്ചിങ്. എൻ്റെ പഠിപ്പീരിനോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, അറ്റ്. എൻ്റെ സ്വഭാവത്തോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, അറ്റ് മൈ ബിഹേവിയർ. പഠിച്ചു വെച്ചോണം. ആൻസർ ആംഗ്രി വിത്ത് മീ. ദ ടീച്ചർ വാസ് ആംഗ്രി ഡാഷ് ഹിസ് ബിഹേവിയർ. അവൻ്റെ സ്വഭാവത്തോട്, അവനോടല്ല. അപ്പം അറ്റ്. മറന്നു പോകരുത്. ഐ വുഡ് റാദർ ഡാഷ് കപ്പ് ഓഫ് ടീ. സൂപ്പർ ഒരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. വുഡ് റാദറിന് ശേഷം ഡാഷ് വന്നാൽ വെർബിൻ്റെ ബേസ് ഫോം, എസ് ഇല്ലാത്ത ഫോം പഠിച്ചിട്ടുണ്ട്. വുഡ് റാദറിന് ശേഷം വുഡ് റാദർ എന്ന് വന്നിട്ട് ഡാഷ് വന്നാൽ വെർബിൻ്റെ ബേസ് ഫോം V1. ലൈക്ക്ഡ് അല്ല, ടു ലൈക്ക് അല്ല, ഹാസ് ലൈക്ക്ഡ് അല്ല, ലൈക്ക. ലൈക്സ് പോലും വരത്തില്ല, ലൈക്ക. വുഡ് റാദർ പ്ലേ, വുഡ് റാദർ ഈറ്റ്, വുഡ് റാദർ ലൈക്ക്. എന്നാൽ ഒരെണ്ണം കൂടെ ഉണ്ട്, പഠിച്ചോണം. വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നാൽ ഐ വുഡ് റാദർ യു. കണ്ടോ? വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നാൽ V2. ആർക്കും അങ്ങനെ അറിയാത്തൊരു സംഭവമാണ്, പഠിച്ചു വെക്കുക. വെൻറ്റ്. ഐ വുഡ് റാദർ ഗോ ആണെങ്കിൽ ഐ വുഡ് റാദർ യു വെൻറ്റ്. മനസ്സിലായോ? ഐ വുഡ് റാദർ പ്ലേ, ഐ വുഡ് റാദർ യു പ്ലേഡ്. മനസ്സിലായോ? ഐ വുഡ് റാദർ കംപ്ലീറ്റ്, പക്ഷേ ഐ വുഡ് റാദർ യു കംപ്ലീറ്റഡ്. മനസ്സിലായോ? ഒരിടത്ത് V1, ഒരിടത്ത് V2. എപ്പോഴാണ്? ഉടനെ ഡാഷ് വന്നാൽ V1, ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നാൽ V2. മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം നോട്ട് അക്കസ്റ്റംഡ് ടു. അക്കസ്റ്റംഡ് ടു എന്ന് പറയുന്ന വാക്കിന് ശേഷം എപ്പോഴും ING ഉപയോഗിക്കണം. അക്കസ്റ്റംഡ് ടു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പതിവാണ്, ശീലമാണ്. അക്കസ്റ്റംഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ING ഉപയോഗിക്കണം, മറന്നു പോകരുത്. അക്കസ്റ്റംഡ് ടു ഗിവിങ് എന്ന് പറയും, മറന്നു പോകരുത്. നെക്സ്റ്റ്. ഹീ ഈസ് അക്കസ്റ്റംഡ് ടു. അടുത്ത അത് തന്നെ, ടെല്ലിങ്. മറന്നു പോകരുത്. അക്കസ്റ്റംഡ് ടുവിന് ശേഷം ING ഉപയോഗിക്കണം, ഒരു കാരണവശാലും മറന്നു പോകരുത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അവസാനിക്കുന്നില്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഓരോ സബ്ജക്റ്റും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇതൊരു മാരത്തോൺ വീഡിയോയുടെ തുടക്കം മാത്രമാണ്. ഓരോ സബ്ജക്റ്റും അടുത്ത വിശാഖ് സാർ വരും, അത് കഴിഞ്ഞ് ചന്ദ്രബാബു സാർ വരും, മലയാളം ടീച്ചർ വരും. അങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. പരീക്ഷയ്ക്ക് മുമ്പ് മാക്സിമം റിവിഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ലൈവിലും വരാം. സോ നിങ്ങൾ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വ്യൂസ് വേണം, കൂടുതൽ ആൾക്കാരെ നിങ്ങൾ എത്തിക്കണം. കോഴ്സ് പർച്ചേസ് ചെയ്യണം. കോഴ്സ് അത്യാവശ്യമാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നാൽ ഏറ്റവും നല്ല കോഴ്സ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൽ 100% വിശ്വസിക്കാം. കേരളത്തിലെ ഏറ്റവും നല്ല കേറ്റഡ് റിസൾട്ട് നമുക്കാണ്. അതിൻ്റെ റിസൾട്ടുകൾ ഇപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ട് എല്ലാം നമ്മൾ വിട്ടിട്ടില്ല. നമ്മുടെ കൈ കിട്ടിയ റിസൾട്ട് മാത്രമാണ്. മെൻറ്റർഷിപ്പ് ബാച്ചിൽ മാത്രമാണ് വിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കളക്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ടീച്ചിങ്ങിന് വേണ്ടി രാജേശ്വരി മിസ്സിൻ്റെ നേതൃത്വത്തിലും RRB SSCക്ക് വേണ്ടി വിശാഖ് സാറിൻ്റെ നേതൃത്വത്തിൽ യൂട്യൂബ് ചാനലുണ്ട്. നമുക്ക് 4 യൂട്യൂബ് ചാനലുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഉടനെ തുടങ്ങും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരാജയപ്പെടാതിരിക്കാനുള്ള ഏക മാർഗം എന്താണ്? വിജയിക്കണം എന്ന് തീരുമാനിക്കുക തന്നെയാണ്. പിന്നോട്ടില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ മാസ്മരികമായി തുറക്കപ്പെടും. സുഹൃത്തുക്കളെ, ഒരുപാട് അവസരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗം നേടാൻ സുവർണ അവസരമാണിത്. ഏത് യോഗ്യതയുള്ളവർക്കും സർക്കാർ ഉദ്യോഗം നേടാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ്, കമ്പനി ബോർഡ് LGS, ഇങ്ങനെ നിരവധി പരീക്ഷകൾ ഇതാ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അവസരങ്ങളുടെ വിശാലമായ ആകാശമാണ് നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഈ അവസരങ്ങളുടെ ആകാശത്തേക്ക് പറന്നുയരാൻ, നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി പകരാൻ ഞങ്ങളുണ്ട്, ചലഞ്ചർ ആപ്പ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് വിവിധ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ.
അതായത് പ്രീവിയസ് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില മോഡൽ ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു സെഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഒക്കെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇവിടെ ഒരു ചോദ്യം പരിചയപ്പെടുമ്പോൾ അതിൻ്റെ ആൻസർ മാത്രമല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ ഓപ്ഷനുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്, മറ്റ് ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഇതെല്ലാം നമ്മൾ ഒന്ന് ചർച്ച ചെയ്തു പോവുകയാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കുകയാണ്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോഴേ അറിയാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. ഒരുപാട് ഡേറ്റുകൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട തീയതികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തീയതിയാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ വിച്ച് ഡേ? 1946 ഡിസംബർ 6, 1946 ഡിസംബർ 9, 1946 ഡിസംബർ 13, 1947 ജാനുവരി 22. ഈ 4 ഡേറ്റുകളും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അത് പഠിച്ചു തന്നെ പോകണം. ആദ്യം നമുക്ക് ആൻസർ കണ്ടെത്താം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഒരു സംശയവും വേണ്ട 1946 ഡിസംബർ മാസം 9-ാം തീയതി. ഓർത്തോളുക, 1946 ഡിസംബർ 9. ബി ഓപ്ഷൻ. ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിലാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോ അത് മറക്കാതിരിക്കുക. ബാക്കി 3 തീയതികൾ കൂടി ഒന്ന് ഓർത്തു പോയാൽ നന്നായിരിക്കും. 1946 ഡിസംബർ 6 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന ദിവസമാണ്. 1946 ഡിസംബർ 13-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. ആമുഖത്തിന് വേണ്ടി ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ദിവസമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന്. 1946 ഡിസംബർ 13-ാം തീയതി. 1947 ജാനുവരി 22 എന്താണ്? ആ ലക്ഷ്യപ്രമേയത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം കൊടുത്ത ദിവസം. അപ്പൊ ഈ 4 പോയിന്റുകളും പഠിച്ചോളുക. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ബി ഓപ്ഷൻ 1946 ഡിസംബർ 9. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന ദിവസം. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ദിവസം. 1947 ജാനുവരി 22 ആ ലക്ഷ്യപ്രമേയത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം കൊടുത്ത ദിവസം. അപ്പോൾ ഓർത്തോളൂ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരു പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കൂടിയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളേവ? 1. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിന്റെ പ്രൊവിഷൻസ്, പഞ്ചായത്ത് രാജ് വ്യവസ്ഥകൾ ഭരണഘടനയിൽ വന്നത് തീർച്ചയായിട്ടും 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ആ പ്രസ്താവന ശരിയാണ്. ഞാൻ ഒന്ന് ടിക്ക് ചെയ്ത് പോകാം. 2. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 പാർട്ട് 4 ആണ്. പാർട്ട് 4 DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പാർട്ട് 4-ല് 40-ൽ പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഒരു ഗാന്ധിയൻ ദർശനം. അപ്പൊ ഈ പ്രസ്താവനയും ശരിയാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 തന്നെയാണ്. അത് പാർട്ട് 4-ൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അടുത്ത നോക്ക്, പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 24. തെറ്റാണ് ആ പ്രസ്താവന. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് നിങ്ങൾക്കറിയാം ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. എന്തുകൊണ്ട്? 1992 73-ാം ഭേദഗതി, അതായത് പഞ്ചായത്ത് രാജ് ആക്ട് പാസാക്കുന്നു. തൊട്ടടുത്ത വർഷം 1992-ലാണ്. ശ്രദ്ധിക്കുക, 1992-ലാണ് 73-ാം ഭേദഗതി നിയമം പാസാക്കുന്നത്. 1993 ഏപ്രിൽ 24-ന് ആ നിയമം നിലവിൽ വരുന്നു. അതുകൊണ്ട് ഏപ്രിൽ 24 എല്ലാ വർഷവും പഞ്ചായത്ത് രാജ് ഡേ, പഞ്ചായത്ത് രാജ് ദിനമായി നമ്മൾ ആചരിക്കുന്നു. അപ്പൊ ഓഗസ്റ്റ് 24 അല്ല, തെറ്റാണത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത ആണ്. വളരെ കൃത്യമാണ്. ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ. അവിടെ ഒരു ചോദ്യം കൂടെ മനസ്സിലിട്ടോളുക. എന്തുകൊണ്ടാണ് ബൽവന്ത് റായ് മേത്തയെ പഞ്ചായത്ത് രാജിന്റെ പിതാവെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇന്ത്യയില് ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമതലത്തിൽ ഗ്രാമപഞ്ചായത്തും, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതിയും, ജില്ലാ തലത്തിൽ ശിലാപരിഷത്തും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. സോ ഹീസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ. അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വേറൊരു പിതാവ് നിങ്ങളുടെ ഓർമ്മയിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയില് തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, അത് ലോർഡ് റിപ്പൺ ആണ്. റിപ്പൺ പ്രഭു. എന്തുകൊണ്ട്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് ലോർഡ് റിപ്പൺ, റിപ്പൺ പ്രഭു. 1882 1882 റിപ്പൺ പ്രഭു ഇന്ത്യയില്, ബ്രിട്ടീഷ് ഇന്ത്യയില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നു. ഇവിടെ പലരും പഞ്ചായത്ത് രാജിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റാണ്. ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളാണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് പറയുന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെ കിട്ടും. എന്തുകൊണ്ടാണ് ബൽവന്ത് റായ് മേത്തയെ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപീകരിക്കണമെന്ന് ശുപാർശ നൽകിയ കമ്മിറ്റിയുടെ തലവനായിരുന്നു ബൽവന്ത് റായ്. ക്ലിയർ അല്ലേ? ശരി. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ എന്താണ്? 1, 2, 4. 3 ആ ഡേറ്റ് പറഞ്ഞത് മാത്രം തെറ്റായ പ്രസ്താവനയായിരുന്നു. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ. വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആര്? വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ, ഇതും പ്രീവിയസ് ചോദ്യമാണ്. അരുണ റോയ് ആണോ, ശങ്കർ സിംഗ് ആണോ, PB സാവന്ത് ആണോ, നിഖിൽ ഡേ ആണോ? ഒരു സംശയവും വേണ്ട, PB സാവന്ത് തന്നെയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത്. വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് PB സാവന്ത്. എങ്കിൽ ബാക്കി 3 പേരുടെ പേര് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് അരുണ റോയ്, ശങ്കർ സിംഗ്, നിഖിൽ ഡേ. ഇവരെ ഒരുമിച്ച് പറയാവുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം ഇവർ 3 പേരുമാണ് ഇന്ത്യയില് MKSS എന്ന സംഘടന രൂപീകരിച്ചത്. MKSS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കാൻ വേണ്ടി പോരാടിയ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിലാണ്
അത് രൂപീകൃതമായത്. 1990 ഇത് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ 1987 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 90 അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. രാജസ്ഥാനിലാണ്. അതിന്റെ സ്ഥാപക നേതാക്കളാണ് ഈ പറഞ്ഞ 3 പേര്. പക്ഷെ അതിന്റെ മുൻപന്തിയിൽ നിന്നയാള് ഓപ്ഷനിൽ കിടക്കുന്ന പേര് ഒരിക്കലും മറക്കരുത്. പരീക്ഷയ്ക്ക് ആ പേര് മാത്രമാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ ഫൗണ്ടർ ആര് എന്ന് ചോദിച്ചാൽ അരുണ റോയ് ആണ്. ശങ്കർ സിംഗും നിഖിൽഡയും ഒപ്പമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. അപ്പം ഇത് 2 ചോദ്യങ്ങളും പഠിച്ചു വെച്ചോളൂ. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോരാടിയ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ 1990 രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിന്റെ സ്ഥാപക നേതാവ് അരുണ റോയ്. മറ്റ് നേതാക്കന്മാര് ശങ്കർ സിംഗും നിഖിൽഡയുമാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ് ഈ സംഘടന നിലവിൽ വന്നത്. അപ്പൊ ഇവിടെ ആൻസർ, ഈ ചോദ്യത്തിന്റെ ആൻസർ, വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി സി ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. PB സാവന്ത് ആണ്. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. ശരിയേത്? ഏതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ഇവിടത്തെ ചോദ്യം. ഒന്ന് നോക്കൂ. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾക്ക് ഒന്നും വോട്ടവകാശമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിട്ടുള്ള അവകാശങ്ങളാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, രാജ്യത്തെ പ്രധാന പദവികൾ വഹിക്കാനുള്ള അവകാശം. ഇതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഈ അവകാശങ്ങളൊന്നും ഇന്ത്യയിലുള്ള വിദേശ പൗരന്മാർക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. സുഹൃത്തുക്കളെ, ആ പോയിന്റിൽ നിന്ന് ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം എന്തവകാശമാണ്? ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ വോട്ടവകാശം എന്തവകാശമാണ്? ഓപ്ഷനിൽ ആദ്യം തന്നെ മൗലികാവകാശം എന്ന് കാണും. പലരും അതെടുത്ത് എഴുതി വയ്ക്കും, മൈനസ് മാർക്കും വാങ്ങും. ഒരു കാരണവശാലും അങ്ങനെ പറയരുത്. വോട്ടവകാശം എന്നത് നിയമാവകാശമാണ്. ലീഗൽ റൈറ്റ്, റൈറ്റ് ടു വോട്ട് ഈസ് എ ലീഗൽ റൈറ്റ്. ഇന്ത്യയിൽ വോട്ടവകാശം, പൗരന്മാരുടെ വോട്ടവകാശം നിയമാവകാശമാണ്. പലർക്കും സംശയം തോന്നാം, 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാമല്ലോ, അപ്പൊ അത് മൗലികാവകാശമല്ലേ? അല്ല. 18 വയസ്സ് പൂർത്തിയായി എന്നതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അത് നിയമപരമായ ഒരു അവകാശമാക്കി മാറ്റണ്ടേ? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് അങ്ങനെ ഒരു നിയമാവകാശം നേടിയതിന് ശേഷമല്ലേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. വോട്ടവകാശം നിയമാവകാശമാണ്. അപ്പൊ ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശം അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ആ പ്രസ്താവന ശരിയാണ്. നമുക്ക് വേണ്ടതും ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് കടക്കാം. നിയമത്തിനു മുമ്പിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഇളവ് ലഭിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. നിയമത്തിനു മുമ്പിൽ തുല്യത പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, അല്ലെ? അതിനെ നമ്മൾ മറ്റൊരു പേരിൽ പറഞ്ഞാൽ എന്ത് പറയാം? അതിന്റെ പേരാണ് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. നിയമവാഴ്ച എന്നാൽ എന്ത് എന്നും പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നിയമത്തിനു മുമ്പിൽ എല്ലാവർക്കും തുല്യത. ഈ ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, മറക്കരുത്. അപ്പൊ നിയമത്തിനു മുമ്പിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാനത്ത് വന്നാൽ വേണമെങ്കിൽ നമുക്ക് ഗവർണർക്കെന്നും പറയാം. ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒന്നും ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതയില്ലേ എന്നല്ല ചോദ്യം. ബാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അവരെല്ലാം നിയമത്തിന് വിധേയമായി തന്നെ പ്രവർത്തിക്കണം. പക്ഷേ നമ്മൾ ഒരു നിയമലംഘനം നടത്തിയാൽ അതുപോലെ അല്ല, അവരുടെ കൃത്യനിർവഹണത്തിനിടയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്യും പോലെയൊന്നും രാഷ്ട്രപതിയെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഗവർണറെ ഒന്നും പറ്റില്ല. അപ്പോ നിയമത്തിന്റെ മുമ്പിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതിക്കാണ്, പ്രധാനമന്ത്രിക്കല്ല. ഓർത്തോളുക, ആ പ്രസ്താവന തെറ്റ്.
പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 1955 എന്നാണ് ഇവിടെ കിടക്കുന്നത്. കൃത്യമായ ആൻസർ ആണ്, കറക്റ്റ് തന്നെയാണത്. പൗരത്വ നിയമം, സിറ്റിസൺഷിപ്പ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഇൻ ദി ഇയർ 1955. ഇന്ത്യയിൽ പൗരത്വ നിയമം പാസാക്കിയത്, തീർച്ചയായിട്ടും സിറ്റിസൺഷിപ്പ് ആക്ട് പാസാക്കിയത് 1955 മറക്കാതിരിക്കുക. ആ 55 പാസാക്കിയ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, സിറ്റിസൺഷിപ്പ് ആക്ട്, അമെന്റ്മെന്റ് അല്ല, സിറ്റിസൺഷിപ്പ് ആക്ട് പല ഘട്ടങ്ങളിൽ അമെന്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നിങ്ങൾക്കറിയാം 2019 അമെന്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ വിവാദമായത്. കാരണം ആ ഭേദഗതിയിൽ മതം ഒരു ഘടകമായി മാറി എന്നുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന്റെ പേരിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ ഓർക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1955 തന്നെയാണ്. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്. എന്താണ് അതിന്റെ ഫുൾ ഫോം? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട് എന്ന് പറയുന്ന പോക്സോ ആക്ട് പാസാക്കിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) അടിസ്ഥാനത്തിലാണ്. വാസ്തവത്തിൽ ആർട്ടിക്കിൾ 15(3) ഒക്കെ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി വിശകലനം ചെയ്താലും ഭരണഘടന പരിശോധിച്ചാൽ ഇങ്ങനൊരു ആക്ടിനെ കുറിച്ചൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, 15(3) എന്തു പറയുന്നു എന്ന് നിങ്ങൾ പഠിക്കുമെങ്കിൽ, അതറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. 15(3) പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തെങ്കിലും വ്യവസ്ഥകൾ കൊണ്ടുവരാൻ രാഷ്ട്രത്തിന് അവകാശമുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും വ്യവസ്ഥകൾ കൊണ്ടുവരാൻ രാഷ്ട്രത്തിന് അധികാരമുണ്ടെന്ന് പറയുന്നതാണ് 15(3). 15-ാം വകുപ്പ് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തെ തടയുക. വാസ്തവത്തിൽ ആ 15-ൽ പറയുന്നതിന്റെ ഒരു എക്സെപ്ഷൻ ആണ് ഈ പറയുന്നത്. 15(3) പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക വ്യവസ്ഥ കൊണ്ടുവരാം. അത് വിവേചനത്തെ തടയുക എന്ന് പറയുന്ന ആ ആർട്ടിക്കിളിന് എതിരല്ല. കാരണം സ്ത്രീകളും കുട്ടികളും പരിഗണന അർഹിക്കുന്ന വിഭാഗം തന്നെയാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ പോക്സോ നിയമം പാസാക്കിയത്? അപ്പം പോക്സോ നിയമം പാസാക്കിയത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? 15(3) തന്നെയാണ്. എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ 15(3) ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. നോക്കൂ, ഞാനിത് പറയുന്നത് ഈ തൊട്ടടുത്ത കാലത്ത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ലോക്കൽ സെൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സെക്രട്ടറി പരീക്ഷ. ആ പരീക്ഷയിൽ ചോദിച്ചതാണ് ഇത്. ഇങ്ങനെയല്ല ചോദിച്ചത്. ആ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2012 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ഞാൻ ഇവിടെ ഈ പോയിന്റിന്റെ അർത്ഥം. 2012 കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പാസാക്കിയ നിയമമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോക്സോ ആക്ട്. ആ പോക്സോ ആക്ട് 15(3) എന്ന ആർട്ടിക്കിളിനെ ബേസ് ചെയ്തല്ലേ? കാരണം 15(3) പറഞ്ഞിരിക്കുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ മറ്റൊരു ചോദ്യമാകാം നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാകാം: സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുറെ കൂടെ വ്യക്തമായി തന്നെ പറയാം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2005 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സംശയം വേണ്ട, ആർട്ടിക്കിൾ 15(3). സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരാം, വ്യവസ്ഥകൾ കൊണ്ടുവരാം എന്നല്ലേ 15(3) പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചല്ലേ 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അഥവാ ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഇതേ ആർട്ടിക്കിളാണ്. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കാം. ഇപ്പോഴത്തെ ചോദ്യ രീതികൾ ഇതാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചു വെക്കുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ?
പോക്സോ ആക്ട് പാസ്സാക്കിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 അടിസ്ഥാനത്തിലാണ്. വളരെ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് മാത്രമേ തെറ്റായി വരുന്നുള്ളൂ, രണ്ടാമത്തെ പോയിന്റ്. അപ്പം 1, 3, 4 ഇവിടെ ആൻസറായി വരുന്നത്. എ ഓപ്ഷൻ ആണ് ആൻസറായി വരുന്നത്. കറക്റ്റ് ആണ് 1, 3, 4. ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡായി പോകുന്നില്ലല്ലോ, കാരണം കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പറയാം എന്ന് കരുതിയിട്ടാണ് ഇച്ചിരി സ്പീഡ് പോകുന്ന. അങ്ങനെ അഥവാ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞു, അതിന്റെ ആദ്യ സമ്മേളനം. അതുപോലെ തന്നെ നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഹൂ ഇസ് ദി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? ഇവിടെ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണിത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. നിങ്ങൾക്കറിയാം ഇതിലെ ഡി ഓപ്ഷനിൽ കിടക്കുന്നത് ഇടക്കാല അധ്യക്ഷൻ, താൽക്കാലിക അധ്യക്ഷൻ. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ വരുന്ന ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നമ്മളുടെ പലരുടെയും കുറെ സമയം കളയാൻ ഈ ചോദ്യം മതി. എന്ത് ചെയ്യും? നമ്മളവിടെ ഇരുന്ന് ആലോചിക്കും, എന്താ PSC ഉദ്ദേശിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനെയാണോ താൽക്കാലിക അല്ലെങ്കിൽ ഇടക്കാല അധ്യക്ഷനെയാണോ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറയില്ല. ക്വസ്റ്റ്യനിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എടുത്ത് ചോദിക്കണമെന്നില്ല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ സ്ഥിരം അധ്യക്ഷൻ തന്നെയാണ്. നിങ്ങൾ ഇവിടെ വച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അത് മറ്റാരുമല്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സച്ചിദാനന്ദ സിൻഹയാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇടക്കാല അധ്യക്ഷനാര് എന്ന് തന്നെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ചോദിക്കാത്തിടത്തോളം കാലം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ. ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഡോക്ടർ BR അംബേദ്കർ തീർച്ചയായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ്. കാരണം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. 1947 ഓഗസ്റ്റ് 29 നിലവിൽ വന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദി മോസ്റ്റ് പ്രോമിനന്റ് കമ്മിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറഞ്ഞാലും ഭരണഘടനാ നിർമ്മാണ സഭയിലെ 8 മേജർ കമ്മിറ്റികളില് പ്രധാനപ്പെട്ട 1-2 കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അതായത് ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളുടെ ശില്പി. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി അഥവാ പിതാവ് ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. മറക്കരുത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഞാൻ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് നടന്നപ്പോ ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചയാളാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അവിടെ തെറ്റാൻ മറ്റൊരു പേര് കൂടിയുണ്ട്. ആ ഒന്നാമത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് മറ്റൊരാളാണ്. ദി പേഴ്സൺ ഹു അഡ്രസ്ഡ് ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയരുത്, അത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആളാരെന്ന് ചോദിച്ചാൽ JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അല്ലെങ്കിൽ ഇടക്കാല അധ്യക്ഷനാര്? അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 4 പേരെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ B ഓപ്ഷൻ ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ സുഹൃത്തുക്കളെ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ 2 ചോദ്യങ്ങൾ പറഞ്ഞു. ഈ 2 ചോദ്യങ്ങളും PSCയുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര് എന്ന് പറഞ്ഞാൽ സ്ഥിരം അധ്യക്ഷൻ തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ 2 ചോദ്യങ്ങളും ഒരു കാരണവശാലും മറക്കാതിരിക്കുക.
അടുത്ത നോക്കൂ, നമ്മുടെ കേരള ഗവേണൻസിൽപ്പെട്ട ഒരു 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 ചോദ്യമാണ്. കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഗവേണൻസിലൂടെ നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമേത്? ഈ ഗവേണൻസ്, ഇലക്ട്രോണിക് ഗവേണൻസ്, നിങ്ങൾക്കറിയാം, ഈ ഗവേണൻസിലൂടെ നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ്. സാക്ഷരതാ മിഷനാണോ, സാമൂഹ്യക്ഷേമ വകുപ്പാണോ, അക്ഷയ കേന്ദ്രമാണോ, പബ്ലിക് സർവീസ് കമ്മീഷനാണോ? ഒരു സംശയവും വേണ്ട, സി ഓപ്ഷൻ തന്നെയാണ്, അക്ഷയ കേന്ദ്രം. ഈ ഗവേണൻസിലൂടെയുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംരംഭം. അവിടെ 1-2 ചോദ്യങ്ങളും കൂടെ ഓർമ്മിച്ചോളുക. അക്ഷയ കേന്ദ്രങ്ങൾ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത്? കേരളം. അക്ഷയ കേന്ദ്രത്തിന് തുടക്കം കുറിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എന്നാണെന്നും കൂടെ ഓർത്തോളുക. 2002 നവംബർ മാസം 18-ാം തീയതി മലപ്പുറത്താണ് അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയില് അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഗവേണൻസിലൂടെ നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമേത്? അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത്? കേരളം. കേരളത്തിൽ എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്നാണ് അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? 2002 കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം 18-ാം തീയതിയാണ് ഇന്ത്യയിൽ അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. നന്നായി മനസ്സിലാക്കി വെച്ചോളുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ബി ഓപ്ഷൻ, അക്ഷയ കേന്ദ്രം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നമ്മൾ ശരിയായ പ്രസ്താവന കുറെ പറഞ്ഞു വന്നിട്ട് ഇടയ്ക്ക് ഒരു തെറ്റായി വരുമ്പോ അറിയാതെ ഈ കീവേഡ് നമ്മൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ആ കീവേഡിന്റെ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആ കീവേഡിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയല്ല വേണ്ടത്, തെറ്റായ പ്രസ്താവന. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ പ്രസ്താവന വായിക്കുമ്പോൾ ശരിയുള്ളത് ശരിയിടാം, തെറ്റുള്ളത് തെറ്റിടാം. എന്നിട്ട് തെറ്റിനെ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ശരിയല്ലേ? ഓക്കെ. അപ്പം ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു ഏത്? നിർദ്ദേശക തത്വങ്ങൾ. അത് ശരി പ്രസ്താവനയാണ്. ഭരണഘടനയുടെ ഭാഗം 4 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളില് ഉൾപ്പെടുന്നതാണ് ഏത്? നിർദ്ദേശക തത്വങ്ങൾ. തീർച്ചയായിട്ടും ഭരണഘടന 4 തന്നെയാണ്. ശരിയാണ്, നമുക്കത് വേണ്ട. ഒരു ക്ഷേമ രാഷ്ട്രം ലക്ഷ്യം വെക്കുന്നു. ഒരു സംശയവും വേണ്ട. എന്തിനാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ടു മേക്ക് അവർ നാഷൻ എ വെൽഫെയർ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക. ആ പ്രസ്താവനയും ശരിയാണ്, അതുകൊണ്ട് നമുക്കത് വേണ്ട. അടുത്ത നോക്കൂ, ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. തീർച്ചയായിട്ടും ശരിയല്ലേ? അതും ശരിയാണ്, അയർലൻഡിൽ നിന്നാണ്. നോക്കൂ, ഈ കടം വാങ്ങൽ സോഴ്സിൽ നിന്ന് PSC സ്ഥിരമായിട്ടൊരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് തന്നെയാണ്. നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടെ പഠിച്ചോളൂ. അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളും കൂടെ ഇതിനോടൊപ്പം ഓർത്താൽ നന്നായിരിക്കും. നിങ്ങൾ മൊത്തം ഒരു 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഥവാ അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയൊരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചോളുക. ഒന്ന്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഇലക്ഷൻ എന്ന് പറയുമ്പം ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയരുത്. ഇലക്ട്രൽ സിസ്റ്റം കടം വാങ്ങിയത് ബ്രിട്ടനിൽ നിന്നാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ഇലക്ട്രൽ സിസ്റ്റം
കടം വാങ്ങിയത് എവിടെ എന്ന് വെച്ചാൽ അത് ബ്രിട്ടൻ എന്നേ പറയാവൂ. എന്നാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അത് കേവല ഭൂരിപക്ഷ സമ്പ്രദായമല്ല. കേവല ഭൂരിപക്ഷ സമ്പ്രദായമല്ല. അതെന്ത് സമ്പ്രദായമാണ്? അത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? താഴെ പറയുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുന്നു. കറക്റ്റ് ആണ്. ഐറിഷ് ഭരണഘടനയിൽ ഉൾക്കൊണ്ട അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടം വാങ്ങിയ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഏതാണത്? ഒന്ന് മാർഗനിർദ്ദേശക തത്വങ്ങൾ, മറ്റൊന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെയുള്ള ആൾക്കാര്? വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച, കൃത്യമായി പറഞ്ഞാൽ കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 അംഗങ്ങളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കി. ആ ഭേദഗതിയും കൂടെ മനസ്സിൽ വെച്ചോളുക. ഏത് ഭേദഗതിയിലൂടെയാണ് ആ സംവിധാനം നിർത്തലാക്കിയത്? 104-ാം ഭേദഗതി 2020. 2020 104-ാം ഭേദഗതിയിലൂടെ ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കി. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ ഈ 3 പോയിന്റ്, ശരിയായ 3 പോയിന്റ് ഒന്നുകൂടെ പറയാം. തെറ്റായിട്ടുള്ളത് ഇവിടെ ഇതുവരെ കണ്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 4ാമത്തെ പോയിന്റ് തെറ്റായിരിക്കും. അതുകൂടെ നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കൂ, 4ാമത്തെ എന്താണ്? ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. ആ പ്രസ്താവനയിലെ തെറ്റ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിനർഹമല്ല, നോൺ ജസ്റ്റിസിബിൾ എന്നല്ലേ നമ്മൾ പഠിച്ചത്? നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ, കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഭരണഘടനയിലെ 3 കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഏതൊക്കെ? ആമുഖം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ഇത് 3ഉം ന്യായവാദത്തിന് അർഹമല്ല. എങ്കിൽ ഭരണഘടനയിലെ ന്യായവാദത്തിന് അർഹമായ ഒരു കാര്യമുണ്ടല്ലോ, മൗലികാവകാശങ്ങൾ. അത് ജസ്റ്റിസിബിൾ ആണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയിലൂടെ നമുക്കത് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഭരണഘടനയുടെ 226-ാം വകുപ്പ് പ്രകാരം ഹൈക്കോടതിയിലും 32-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയിലും പോയി റിട്ടുകളിലൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. ഇത് ന്യായവാദത്തിന് അർഹമല്ല. അപ്പം ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണെന്ന് പറയുന്ന പ്രസ്താവന മാർഗനിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച് തെറ്റാണ്. കാരണം മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ these are only directions or instructions given to central government or state government to be kept in mind while preparing policies and plans. അത്രയേ ഉള്ളൂ. അതായത് നിയമനിർമ്മാണത്തിലും ഭരണനിർവഹണത്തിലും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരിഗണിക്കാവുന്ന ചില നിർദ്ദേശങ്ങളാണ്. പരിഗണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരിഗണിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയല്ലേ? 4ാമത്തെ പ്രസ്താവനയല്ലേ തെറ്റായി വന്നിരിക്കുന്നത്? അപ്പൊ 4ാമത്തതാണ് ആൻസർ. അപ്പൊ 4 മാത്രം എന്നായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. 4 മാത്രം, എ ഓപ്ഷൻ തന്നെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. മാച്ച് ദി ഫോളോയിങ്. മാച്ച് ദി ഫോളോയിങ് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു രീതിയാണിത് അല്ലേ? ഇപ്പം PSC സ്ഥിരമായിട്ട് ഈ രീതിക്കും ചോദിക്കുന്നുണ്ട്. കൃഷി, ഇ കോമേഴ്സ്, ആദായ നികുതി, വ്യാപാര സംഘടന ആദ്യം കിടക്കുന്നത്. ഇവിടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് പരിശോധിക്കാം. കൃഷി യൂണിയൻ ലിസ്റ്റിലാണോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, അവശിഷ്ടാധികാരത്തിലാണോ, അതോ കൺകറന്റ് ലിസ്റ്റിലാണോ? ഒരു സംശയവും വേണ്ട, കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റ്. ഇ കോമേഴ്സ്, ഇലക്ട്രോണിക് കോമേഴ്സ്, അത് ഒരു ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അവശിഷ്ടാധികാരമാണ്. റെസിഡ്യൂറി പവറിൽ ഉൾപ്പെട്ടതാണ്. നമ്മുടെ
എന്താ പറയുന്നത്, സൈബർ ലോ, സോഫ്റ്റ്വെയർ, ഇ കോമേഴ്സ്, അതുപോലെ തന്നെ സ്പേസ് സയൻസ്, ഇങ്ങനെ പറയുന്ന ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആ അധികാരത്തിന്റെ പേരാണ് അവശിഷ്ടാധികാരം. റെസിഡറി പവർ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പാർലമെന്റ് ഓർ യൂണിയൻ ഗവൺമെന്റ് to formulate a law on the subjects which are not included in the list given by the Constitution of India under 7th schedule. ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ പേരാണ് റെസിഡറി പവർ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 248 അതുകൂടെ ഓർമ്മിച്ചോളുക. 248ാം വകുപ്പിലാണ് റെസിഡറി പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. റെസിഡറി പവർ ഇന്ത്യ കടം വാങ്ങിയിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ടാധികാരങ്ങളും കടം വാങ്ങിയത്, 3ഉം കടം വാങ്ങിയത് കാനഡയിൽ നിന്നാണ്. പക്ഷെ കൺകറന്റ് ലിസ്റ്റ് കടം വാങ്ങിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതും കൂടെ പഠിച്ചോളുക. ഓസ്ട്രേലിയയിൽ നിന്ന് കടം വാങ്ങിയ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇതും എവിടെ നിന്നാണ്? ഈ 2 ഏറ്റവും പ്രധാനപ്പെട്ടാണ്, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഇന്ത്യ കടം വാങ്ങിയത് കൺകറന്റ് ലിസ്റ്റിൽ ഇന്ത്യ കടം വാങ്ങിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് കടം വാങ്ങിയതും ഓസ്ട്രേലിയയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ടാധികാരവും കടം വാങ്ങിയത് എവിടെ നിന്നാണ്? അത് കാനഡയിൽ നിന്നാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന ഒരു വിഷയമാണ് കൃഷി. ഇ കോമേഴ്സ് ഒന്നിലും വരുന്നതല്ല, അതുകൊണ്ട് അവശിഷ്ടാധികാരത്തിൽപ്പെട്ടതാണ്. ആദായ നികുതി തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് അല്ലെ. ഇൻകം ടാക്സ് കേന്ദ്ര ഗവൺമെന്റ്, ഇൻകം ടാക്സ് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് ആണ്. വ്യാപാര സംഘടന ട്രേഡ് യൂണിയൻ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ ഇവിടെ ശരിയായ ജോഡികൾ എന്ന് പറയുമ്പോൾ ഒരു ജോഡിയെ ഉള്ളെന്നർത്ഥം. 4 മാത്രമാണ് ഇവിടെ ശരിയായി വന്നത്, ബാക്കിയെല്ലാം തെറ്റായിട്ടാണ് കിടക്കുന്നത്. തെറ്റായത് നിങ്ങളൊന്ന് ശരിയായി പഠിക്കണം. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റ്, ഇ കോമേഴ്സ് അവശിഷ്ടാധികാരം, ആദായ നികുതി യൂണിയൻ ലിസ്റ്റ്, വ്യാപാര സംഘടന ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇവിടത്തെ ആൻസർ ശരിയായ ജോഡി ആയതുകൊണ്ട് ഇവിടത്തെ ആൻസർ തീർച്ചയായിട്ടും 4 മാത്രം എന്ന് പറയുന്ന സി ഓപ്ഷൻ ആണ് ഇവിടത്തെ ആൻസർ ആയി വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിലെ എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 1-ലാണോ? അല്ല. പരമാധികാരം എന്ന വാക്കിലാണോ? അല്ല. ആമുഖത്തിലാണോ? അതെ, സി ഓപ്ഷൻ ആണ്. ഭാഗം 3-ലാണോ? അല്ല. ഇതെല്ലാം നമുക്ക് എന്താണെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. നോക്കണോ, ആമുഖത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് എന്ന് പറയുന്നത് ആരാണ്? ജനങ്ങൾ. അതുകൊണ്ടല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞല്ലേ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്. അവിടെ ഒരു ചോദ്യം കൂടി നിങ്ങൾ ഓർത്തോളുക. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ്. അങ്ങനെയല്ല ആരംഭിക്കേണ്ടതെന്ന് ഒരാൾ വാദിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്താൽ, ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കേണ്ടത് എന്ന് വാശി പിടിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു അംഗമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കൂടി നിങ്ങൾ പഠിച്ചാൽ നന്നായിരിക്കും. എസ് വി കാമത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാമത്ത്, എസ് വി കാമത്താണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്താൽ എന്ന പദം ഉപയോഗിച്ചായിരിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇങ്ങനെ വിരുദ്ധ അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം.
മറ്റൊരാളെക്കുറിച്ച് കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. പല പരീക്ഷകൾക്ക് ചോദിച്ചാൽ അതും കൂടി നിങ്ങൾ ഓർക്കണം. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞല്ലേ, 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ആമുഖത്തിന് വേണ്ടി ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1947 ജാനുവരി 22 അത് അംഗീകരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ. ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു കാര്യം അംഗീകരിക്കുന്നത് എങ്ങനെയാണ്, ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഏകപക്ഷീയമായിട്ടല്ല. അവിടെ ചർച്ച നടക്കും, വലിയ വാദപ്രതിവാദങ്ങൾ നടക്കും, ആശയ സംഘടനകൾ നടക്കും, എന്നിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരും, എല്ലാവരും അതിനോടൊപ്പം നിൽക്കും. അതാണ് അതിന്റെ രീതി. ഈ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരാൾ പറഞ്ഞു, ശുദ്ധ അസംബന്ധമാണ് ജവഹർലാൽ നെഹ്റു എഴുതി വച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നിങ്ങനെ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാര്. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം കൂടെ പറയാണ്. 2-3 തവണ PSC പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് ഈ അടുത്ത കാലത്ത്. ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം, ആ പേര് കൂടി നിങ്ങളൊന്ന് ഓർമ്മിച്ചോളുക. മുകുന്ദ് രാം റാവു ജയകർ. മുകുന്ദ് രാം റാവു ജയകർ എന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്താൽ എന്ന വാക്കുപയോഗിച്ചായിരിക്കണമെന്ന് വാശി പിടിച്ചത് HB കാമത്താണ്. അപ്പം നമ്മുടെ ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടുപേരുടെ അഭിപ്രായങ്ങളും തള്ളിക്കളഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into sovereign, socialist, secular, democratic republic. അങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പൊ അത് പറയുന്ന ആമുഖമാണ്. ക്ലിയർ അല്ലേ? സി ആണ് ഇവിടുത്തെ ഓപ്ഷൻ. ഇനി ഞാൻ ഈ ആർട്ടിക്കിൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആർട്ടിക്കിൾ 1. എന്താണെന്ന് പറയാമോ? ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയനാണെന്ന് പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1. അപ്പം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണെന്ന് പ്രഖ്യാപിക്കുന്ന അനുച്ഛേദം 1-ാം അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 1 ആർട്ടിക്കിൾ 1 പറയുന്നു, ഇന്ത്യ ഓർ ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ആർട്ടിക്കിൾ 1. ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ നിർവചിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയണം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണ്, ഫെഡറൽ ഗവൺമെന്റ് ആണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഭരണഘടനയിൽ ഒരിടത്തും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതും ഒരു ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടാത്ത പദമേത്? ഫെഡറൽ എന്നാണ്. ഫെഡറൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പകരം പറയുന്നത് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 1 ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പരമാധികാരം എന്ന വാക്കിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു പോയാൽ നന്നായിരിക്കും. എന്താണ് സോവറിറ്റി അഥവാ പരമാധികാരം? പരമാധികാരം എന്നാൽ സ്വതന്ത്ര അധികാരം എന്നാണ് അർത്ഥം. രാജ്യത്തിന്റെയാണ്. രാജ്യത്തിന്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര അധികാരമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിധി നിർണയിക്കാനുള്ള അധികാരം ഇന്ത്യക്ക് മാത്രമാണ്. ഏത് വിഷയത്തെക്കുറിച്ചും നിയമനിർമ്മാണം നടത്താൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കാറില്ല. അതിന്റെ പേരാണ് സോവറിറ്റി. അതിന്റെ പേരാണ് പരമാധികാരം. അതുകൊണ്ട് ഇന്ത്യയെ നമ്മൾ വിളിക്കുന്നു പരമാധികാര രാഷ്ട്രം. നമ്മളൊരു തീരുമാനമെടുക്കുന്നു നമ്മുടെ ഇഷ്ടപ്രകാരം. മറ്റൊരു രാജ്യം പറയാണ് നിങ്ങൾ ആ തീരുമാനം എടുത്തത് ശരിയല്ല, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. നമ്മൾ പറയും ആയിക്കോട്ടെ, അത് ഞങ്ങൾ സഹിച്ചു. നമ്മുടേതൊരു പരമാധികാര രാഷ്ട്രമാണ്.
സ്വതന്ത്ര അധികാരമുള്ള രാഷ്ട്രമാണ്. ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താൻ നമുക്ക് അധികാരമുണ്ട്. അതിന്റെ പേരാണ് പരമാധികാരം. ഭാഗം 3 കുറിച്ചൊന്നും പറയണ്ടല്ലോ. ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഭാഗം 3ന്റെ 3 വിശേഷണങ്ങളും കൂടി നിങ്ങൾ ഓർമ്മിച്ചോളുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം 3 മൗലികാവകാശങ്ങൾ. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം 3 മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം 3 മൗലികാവകാശങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട? ഈ 3 വിശേഷണങ്ങളും വരുന്നത് 3ാം ഭാഗത്തിൻ്റെതാണ്, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങളാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ആൻസർ സി ആണ്, ആമുഖമാണ് ഇവിടെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സപ്രൂ കമ്മിറ്റിയാണോ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണോ? സപ്രൂ കമ്മിറ്റിയാണോ? വർമ്മ കമ്മിറ്റിയാണോ? എസ് ബി സെൻ കമ്മിറ്റിയാണോ? ഒരു സംശയവും വേണ്ട, 1976 സ്വരൺ സിംഗ് കമ്മിറ്റി തന്നെയാണ് ഇവിടുത്തെ ആൻസർ. മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ included in the Constitution of India according to the recommendation of Swaran Singh Committee. Fundamental duties are added to the Constitution under which Amendment Act? അത് വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊരു പുതിയ അധ്യായം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി 1976. എങ്കിൽ ഒരു ചോദ്യവും കൂടെ പഠിക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ആ സമയം ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളൂ. രസകരമല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇതിന്റെ ആൻസർ തീർച്ചയായിട്ടും എ ഓപ്ഷൻ തന്നെയാണ് ആൻസറായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് ബാക്കിയുള്ള 2-3 കമ്മിറ്റി കിടക്കുന്നുണ്ടല്ലോ, അതുകൂടി എന്ന് പറഞ്ഞു പോകാം. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. സപ്രൂ കമ്മിറ്റി, തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റി, അതിന്റെ പ്രസക്തി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയില് DPSP മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയില് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ വർമ്മ കമ്മിറ്റി? അതെന്ത് കമ്മിറ്റിയാണ്? വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണത്. നിങ്ങൾക്കറിയാം, മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് നമ്മൾ പറഞ്ഞു. കോടതിയിലൂടെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ 1999 ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. എന്തിന്? ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ. ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ 1999 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റി ഏതാണ്? സപ്രൂ കമ്മിറ്റി. ആരാണ്? വർമ്മ കമ്മിറ്റി. മറന്നു പോകരുത്. സപ്രൂ കമ്മിറ്റി ഏതാണ്? അത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. വർമ്മ കമ്മിറ്റി ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഡി ഓപ്ഷനിൽ കിടക്കുന്ന SB സെൻ കമ്മിറ്റി. സെൻ കമ്മിറ്റി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക, അത് കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിലെ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ, കേരളത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയത്. 1994 ഏപ്രിൽ 23 1996 ആയപ്പം കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്.
നമ്മുടെ അധികാര വികേന്ദ്രീകരണം എത്രത്തോളം എഫക്റ്റീവായി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം എഫക്റ്റീവായി മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റിയെ സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് SB സെൻ കമ്മിറ്റി. 4 കമ്മിറ്റികളും വളരെ പ്രധാനപ്പെട്ടതാണ്. 4 കമ്മിറ്റികളും ഞാൻ ഒന്നുകൂടി പറയാം. സ്വരൺ സിംഗ് കമ്മിറ്റി 1976 കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിലെ ഭരണഘടനയിൽ 4A എന്ന ഭാഗം അഥവാ ആർട്ടിക്കിൾ 51A എന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. സപ്രൂ കമ്മിറ്റി DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റി. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ ശരിക്കു പറഞ്ഞാൽ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പൗരന്റെ അവകാശങ്ങൾ തന്നെയാണ്. ഇതിൽ ന്യായീകരിക്കാവുന്ന അവകാശങ്ങൾ 3-ാം ഭാഗത്ത് മൗലിക അവകാശങ്ങളിലും ന്യായീകരിക്കാൻ കഴിയാത്ത അവകാശങ്ങൾ പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തി. അങ്ങനെ പാർട്ട് 4 ന്യായീകരിക്കാനാകാത്ത അവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റി. വർമ്മ കമ്മിറ്റി എന്താണ്? ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ 1999 നിയമിക്കപ്പെട്ട കമ്മിറ്റി SB സെൻ കമ്മിറ്റി. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ അഥവാ കേരളത്തിലെ പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് 1996 കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം നമുക്ക്. നിയമവാഴ്ച എന്നാൽ എന്ത്? നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരല്ല. ആ പ്രസ്താവന തന്നെ തെറ്റാണ്. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അതിനെയല്ലേ നിയമവാഴ്ച എന്ന് വിളിക്കുന്നത്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയില്ല, എല്ലാവർക്കും ബാധ്യതയുണ്ട്. നിയമം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം ബാധകം, തെറ്റ് എല്ലാവർക്കും ബാധകം. അപ്പൊ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. 2 മാത്രമാണ് ഇവിടുത്തെ ആൻസർ. 2 മാത്രം. ബി ഓപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ദേശീയ താൽപര്യം മുൻനിർത്തി അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? കേരള ഗവേണൻസ് എടുക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദേശീയ താൽപര്യം മുൻനിർത്തി അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ A ഓപ്ഷൻ ആണ്. ആർട്ടിക്കിൾ 312. ഓൾ ഇന്ത്യ സിവിൽ സർവീസുകളൊക്കെ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്നത് 312-ാം വകുപ്പ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ 315-ഉം 320-ഉം 324-ഉം കൂടെ ഒന്ന് പഠിച്ചു പോവുക. 315-ഉം 320-ഉം ഓർത്തു വെച്ചോളൂ. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കുറിച്ച് പ്രതിപാദിക്കുന്നു 315-ാം ആർട്ടിക്കിള്. എന്നാൽ UPSCയുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്, UPSCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു 320, ഫങ്ഷൻസ് ഓഫ് UPSC. എന്നാൽ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് 324. ഇത് 4 പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഓൾ ഇന്ത്യ സിവിൽ സർവീസുകൾ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരം നൽകുന്നത് 312-ാം വകുപ്പ്. 315 UPSCയെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും ആ ആർട്ടിക്കിൾ തന്നെയാണ്. രണ്ടിനും ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. നോക്കൂ, ആർട്ടിക്കിൾ 20 പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. 324 പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ക്ലിയർ അല്ലേ? അതും നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ആൻസർ ആർട്ടിക്കിൾ 312. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആര്? കേരളത്തിലെയാണ്. 2 തലങ്ങളിലും വിവരാവകാശ കമ്മീഷൻ ഉണ്ട്.
മനുഷ്യാവകാശ കമ്മീഷനും അങ്ങനെ തന്നെയാണ്, അല്ലെ? ദേശീയ തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ രത്തൻ യു കേൽക്കർ ആണോ, വി ഹരി നായർ ആണോ? കിട്ടിപ്പോയി, അത് തന്നെയാണ് ആൻസർ. വി ഹരി നായർ. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വി ഹരി നായർ. അലക്സാണ്ടർ തോമസ്, കെ എൻ ഹരിലാല്. ഈ ബാക്കി 3 പേരും കൂടെ ആരാണെന്ന് പറയടോ? വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൂടെ പഠിച്ചു പോവാ. രത്തൻ യു കേൽക്കർ ആരാണ്? കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. നിങ്ങൾക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പുറമെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഒരാൾ കൂടി ഉണ്ടാകും, ചീഫ് ഇലക്ടറൽ ഓഫീസർ. ആ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിന്റെ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയായി വരുന്ന ആളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്. രത്തൻ യു കേൽക്കർ. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ എ ഷാജഹാൻ. എ ഷാജഹാൻ നമ്മുടെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്, മറക്കാതിരിക്കുക. വി ഹരിനായർ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അലക്സാണ്ടർ തോമസ് ആരാണ്? കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. പഠിക്കൂ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. കെ എൻ ഹരിലാൽ ആരാണ്? കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 7ാം ധനകാര്യ കമ്മീഷനാണ് നിലവിലെ കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ. 7ാം ധനകാര്യ കമ്മീഷന്റെ കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് കെ എൻ ഹരിലാൽ. ഈ 4 പേരും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായറാണ്. തെറ്റിക്കരുത്. ദേശീയ തലത്തിലുള്ള നിങ്ങൾക്കറിയാം, ഹീരാലാൽ സമരിയ നിങ്ങൾക്കറിയാം. നോക്കൂ, കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. രത്തൻ യു കേൽക്കർ എന്നൊരു ഓപ്ഷനിൽ കിടക്കുന്നത് അത് കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അലക്സാണ്ടർ തോമസ് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ്. കെ എൻ ഹരിലാൽ നിലവിൽ കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. പഠിച്ചു വെച്ചോളൂ, ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് കിട്ടും നിങ്ങൾക്ക്. അടുത്ത ചോദ്യം, അപ്പൊ ഇതിന്റെ ബി ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ ആയി വരുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി. കമ്മീഷനാണ് കേട്ടോ, കമ്മീഷന് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏത്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. വാസ്തവത്തിൽ മുമ്പ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിരുന്നു അത്. എന്നാൽ 2018 102ാം ഭേദഗതിയിലൂടെയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്. അപ്പൊ ഇപ്പം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ത് കമ്മീഷനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഇപ്പോ ഭരണഘടനാ സ്ഥാപനമാണ്. നേരത്തെ അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിരുന്നു. 2018 102ാം ഭേദഗതിയിലൂടെ അതിന് ദേശീയ ഭരണഘടനാ പദവി ലഭിച്ചു. അതുകൊണ്ട് അതിപ്പോ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ ഡി ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. അപ്പൊ ബാക്കി കിടക്കുന്ന 3 ഭേദഗതികൾ ഒരുപാട് കാര്യം പറയാനുണ്ട്. എങ്കിലും പ്രധാന പോയിന്റുകൾ ഒന്നെങ്കിലും നമുക്ക് പറഞ്ഞു പോകാം. 101ാം ഭരണഘടനാ ഭേദഗതി 2016, അതിന്റെ പ്രസക്തി എന്താണ്? GST നടപ്പിലാക്കിയ ഭേദഗതി. ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2016 101ാം ഭേദഗതി. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ആ ഡേറ്റ് കൂടെ പഠിച്ചു വെച്ചോളൂ.
ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST എന്ത് നികുതിയാണ്? ഒരു പരോക്ഷ നികുതിയാണ്. ഇതെല്ലാം PSCയുടെ സ്ഥിരം ചോദ്യമാണ്. GST എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തിയിരുന്ന വിവിധ ഇനം പരോക്ഷ നികുതികൾ ലയിപ്പിച്ച് ഒറ്റ നികുതി സമ്പ്രദായം നടപ്പിലാക്കിയതാണ് GST എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അത് 101 ഭേദഗതിയിലൂടെയാണ്. 103 ഭേദഗതിയുടെ പ്രത്യേകത എന്താണ്? 2019 103 ഭേദഗതി, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ EWS, നിങ്ങൾക്കറിയാം, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% വരെ സംവരണം. കുട്ടികൾക്ക് സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഡ്മിഷനും മറ്റ് മുതിർന്നവർക്ക് ആ ജോലിയിൽ, സർക്കാർ ജോലിയിലും ഒക്കെ 10% വരെ സംവരണം ഏർപ്പെടുത്തിയതാണ്. അത് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. 103 ഭേദഗതി 2019 പ്രത്യേകത EWS എന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% വരെ സംവരണം നടപ്പിലാക്കിയ ഭേദഗതിയാണ് 103 ഭേദഗതി. ഇനി 104 ഭേദഗതി 2020, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതി 2020. അത് എവിടെയും ബാധകമാണ്, സംസ്ഥാനത്തും ബാധകമാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് 1 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കിയ ഭേദഗതി എന്ന് ചോദിച്ചാൽ അതും 104 ഭേദഗതിയാണ്. ക്ലിയർ അല്ലേ? 102 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? ഇത് സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ആദ്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, 1993 ഒക്ടോബർ 12 നിലവിൽ വന്ന സ്ഥാപനമാണ് അല്ലെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് നിയമപ്രകാരം? ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച് പലരും തെറ്റിച്ചെഴുതിയ ഒരു ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് നിയമപ്രകാരം? ആദ്യം കിടന്ന ഓപ്ഷൻ മനുഷ്യാവകാശ നിയമം, എല്ലാവരും എടുത്ത് എഴുതി വെച്ചു. മനുഷ്യാവകാശ നിയമം അല്ല, ആ നിയമത്തിന്റെ പേര് മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. പഠിക്കണം. മനുഷ്യാവകാശ നിയമം എന്നല്ല അതിനെ പറയേണ്ടത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഈ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ചെയർമാനി അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. പക്ഷെ ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അത് 6 അംഗ കമ്മിറ്റിയാണ്. ഈ 6 അംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ പഠിച്ചു വച്ചേ മതിയാകൂ. റാങ്ക് ഫയലൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചാൽ തലവേദന വരും. ഞാനൊരു എളുപ്പ മാർഗം പറഞ്ഞു തരാം. ഈ 6 പേരും മനസ്സിൽ നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 2 2 2 2+2+2 എന്ന് മനസ്സിലിട്. എന്നിട്ട് ആദ്യം പറയുക, കേന്ദ്ര മന്ത്രിസഭയിലെ 2 പ്രമുഖരായ മന്ത്രിമാര്, പ്രധാനമന്ത്രിയും അടുത്ത പ്രധാനി ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. ആദ്യത്തെ 2ന്റെ ഇടപാട് കഴിഞ്ഞില്ലേ, വെട്ടിക്കളാത്. രണ്ടാമത്തെ 2 ലോകസഭയിലെ 2 പ്രമുഖര്, ലോകസഭയിലെ സ്പീക്കറും ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും. രണ്ടാമത്തെ 2ന്റെ ഇടപാട് കഴിഞ്ഞു. മൂന്നാമത്തെ 2 ആരാണ്? രാജ്യസഭയിലെ 2 പ്രമുഖര്. അതാരാണ്? രാജ്യസഭാ ചെയർമാൻ എന്ന് പറയരുത്, അത് ഉപരാഷ്ട്രപതിയാണ്, അദ്ദേഹത്തെ വിളിക്കണ്ട. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും. 6 പേരായില്ലേ? ക്ലിയർ അല്ലേടോ? ക്ലിയർ അല്ലേ? അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ
അംഗങ്ങളെയും ചെയർമാനെയും തിരഞ്ഞെടുക്കുന്ന അഥവാ അവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ 6 അംഗങ്ങളുണ്ട്. മനസ്സിൽ പറയുക, 2, 2, 2. കേന്ദ്ര മന്ത്രിസഭയിലെ 2 പ്രമുഖരായ മന്ത്രിമാര്, പ്രധാനമന്ത്രിയും കേന്ദ്ര ഹോം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രിയും ഇല്ലേ. അടുത്ത 2 പറയുമ്പോൾ മനസ്സിൽ പറയുക, ലോകസഭയിലെ 2 പ്രമുഖർ ആരാണെന്ന് അപ്പോഴേ തന്നെ ഉത്തരം കിട്ടും. ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇനി പറയുക രാജ്യസഭയിലെ 2 പേര്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. മനസ്സ് നിൽക്കൂലേ? ഇത് ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ മറക്കില്ല, ഉറപ്പാണ്. അവിടെ മനസ്സിലാക്കുക, ഈ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. ആദ്യം പറഞ്ഞ ആള് തന്നെയാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? പ്രധാനമന്ത്രി. അപ്പൊ ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? പ്രധാനമന്ത്രി ഉൾപ്പെട്ടതാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതാണ് ഉൾപ്പെടാത്തയാള്. ലോകസഭാ സ്പീക്കർ ഉണ്ട്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ട്. അപ്പൊ ബി ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ, കേന്ദ്ര ധനകാര്യമന്ത്രി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. പോക്സോ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ് പരാതി നൽകേണ്ടത്? നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ഒരു പോക്സോ കുറ്റകൃത്യം നടന്നു. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആരോ ആകട്ടെ, ആരെക്കുറിച്ചോ ആയിക്കോട്ടെ, നമ്മുടെ അറിവിൽപ്പെട്ട ഒരു പോക്സോ നിയമം റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ, അറിഞ്ഞു വെച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ നമ്മളും പ്രതിയാക്കപ്പെടും. അത് മറച്ചു വെച്ചു എന്ന പേരിൽ. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആർക്ക് പരാതി നൽകും എന്ന സംശയമൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയാൽ തൊട്ടടുത്തുള്ള ലോക്കൽ പോലീസിൽ ചെന്ന് പരാതി കൊടുക്കാം, ലോക്കൽ പോലീസിൽ പരാതി കൊടുക്കാം. ഇനി ഇതിനായിട്ടൊരു സ്പെഷ്യൽ ജുവനൈൽ പോലീസ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അവിടെയും പരാതി നൽകാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അടുത്ത് തന്നെ നമുക്കറിയാവുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, അവിടെയും പരാതി നൽകാം. ഇനി അല്ല, ദേശീയ ബാലാവകാശ കമ്മീഷനോ സംസ്ഥാന ബാലാവകാശ കമ്മീഷനോ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടെങ്കിൽ അവിടെയും പരാതി. ഈ 4ഇടത്തും പരാതിയാണ്. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ഇതിന്റെ ഉത്തരം. ഒരു പോക്സോ കുറ്റകൃത്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആർക്കാണ് പരാതി നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ, ലോക്കൽ പോലീസിന് പരാതി നൽകാം, നമ്മുടെ വീട്ടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസിന് പരാതി കൊടുക്കാം, ഇതിനു വേണ്ടിയിട്ടുള്ള പോലീസ് ഉണ്ട് കുട്ടികളുടെ. ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം, ജില്ലാടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്, അവിടെ പരാതി കൊടുക്കാം. ദേശീയ ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എല്ലാം പരാതി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറയുന്ന ഡി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കറക്റ്റാണ്. നോക്കൂ, ഇവിടെ സംശയം വരരുത്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വിവരാവകാശ കമ്മീഷനും ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. പല സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സംശയം വരരുത്. ഇത് നമ്മുടെ രാഷ്ട്രപതി തന്നെയാണ് ഈ 2 സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളായാലും രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്, അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. 5 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത്. തെറ്റാണ്. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത് ഒരു 3 അംഗ കമ്മിറ്റിയാണ്. 5 അംഗ കമ്മിറ്റി അല്ല, 3 അംഗ കമ്മിറ്റിയാണ്. അത് ആരൊക്കെയാണ്? ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. മറ്റൊരാൾ ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഈ 3 പേരേ ഉള്ളൂ. മനുഷ്യാവകാശ കമ്മീഷനിലാണ് നമ്മൾ 6 പേര് ആ കമ്മിറ്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പറയണം ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ 3 അംഗങ്ങള്, ആ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, സ്പീക്കറിനായി പോരുത്, പ്രതിപക്ഷ നേതാവ്, ഇവരാണ് നാമനിർദ്ദേശം. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്.
മൂന്നാമത്തെ നോക്കാം, ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തന്നെയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് അംഗമാണ്. അപ്പോൾ 1, 3, 4 ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 1, 3, 4 എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. സി ഓപ്ഷനാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. മാച്ച് ദി ഫോളോ ഇതാ വീണ്ടും വരുന്നു. വിവിധ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കണം. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയായ ജോഡിയല്ലേ? 1976 42ാം ഭേദഗതിയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന, ലഘു ഭരണഘടന എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. 52ാം ഭേദഗതി 1985 52ാം ഭേദഗതി തന്നെയാണ് കൂറുമാറ്റ നിരോധന നിയമം 10ാം ഷെഡ്യൂള് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 10ാം ഷെഡ്യൂളാണ്. 10ാം ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? 73ാം ഭേദഗതി നിയമം അത് കറക്റ്റ് ആണോ? അതിന്റെ നേർക്കെടുക്കുന്ന നഗരപാലികാ ബില്ല് തെറ്റല്ലേ? 73ാം ഭേദഗതി നിയമം പഞ്ചായത്തി രാജ് അല്ലേ? 73ാം ഭേദഗതി നിയമം 1992 അതിനെ വിളിക്കുന്നതാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമം, പഞ്ചായത്ത് രാജ് ആക്ട്. ഗ്രാമീണ മേഖലയിലെ സ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്ന ഭേദഗതി അത് പഞ്ചായത്തി രാജ് ആക്ട് ആണ്. 73 തെറ്റിപ്പോയി. നോക്കൂ, 74ാം ഭേദഗതി അതാണ് നഗരപാലികാ ബില്ല് അഥവാ മുനിസിപ്പാലിറ്റീസ്. അവസാനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. അപ്പം തെറ്റായിട്ടുള്ളത് 3ഉം 4ഉമാണ്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡികളാണ്. 1ഉം 2ഉമാണ് ഇവിടത്തെ ഉത്തരം. 1ഉം 2ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ എ അല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ശ്രദ്ധിക്കുക. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് ആരാണ്? വുഡ്രോ വിൽസൺ ആണോ? അല്ല. വുഡ്രോ വിൽസൺ ലോകത്തിലെ പൊതുഭരണത്തിന്റെ പിതാവാണ്. ഒന്നും ചോദിക്കാതെ പൊതുഭരണത്തിന്റെ പിതാവ് ഇൻ ദി വേൾഡ്, ലോകത്തിലെ പൊതുഭരണത്തിന്റെ പിതാവാണ് വുഡ്രോ വിൽസൺ. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ്. പോൾ എച്ച് ആപ്പിൾബി ആണ് ഇന്ത്യയിലെ പൊതുഭരണത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ എച്ച് ആപ്പിൾബി. അതാണ് ഉത്തരം. ഗാന്ധിജി അല്ല, ബൽവന്ത് റായ് മേത്ത അല്ല. ഗാന്ധിജിയും ബൽവന്ത് റായ് മേത്തയൊക്കെ ഒന്ന് ഓർമ്മിച്ചോളൂ. ഗാന്ധിജിയുടെ ഒരു ആശയം ഗ്രാമസ്വരാജ്, പഞ്ചായത്തിലേക്കൊക്കെ വഴിതെളിച്ച ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഗ്രാമസ്വരാജ്. ബൽവന്ത് റായ് മേത്തയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ ആദ്യ 1-2 ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂട്ടത്തിൽ വിശദമായി ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക്, അപ്പൊ ഇത് ആൻസർ പോൾ എച്ച് ആപ്പിൾബി. അടുത്ത ചോദ്യം നോക്കാം. ലാസ്റ്റ് ചോദ്യം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? സംസ്ഥാനത്താണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്തയാണ്. ലോക്പാൽ ആണെങ്കിലോ അത് കേന്ദ്ര തലത്തില്. അപ്പം വിജിലൻസ് കമ്മീഷൻ ആണെങ്കിലോ അതും കേന്ദ്ര തലത്തില്. അപ്പൊ ഇവിടെ നിങ്ങൾ അഴിമതി വിരുദ്ധ സ്ക്വാഡ്, അത് പിന്നെ അഴിമതിയൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഡാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരാശയക്കുഴപ്പം വരാം. ഞാൻ പറഞ്ഞു ദേശീയ തലത്തില് അഴിമതി വിരുദ്ധ സ്ഥാപനമായിട്ടാണ് ലോക്പാൽ വന്നത്. എന്നിട്ട് അതേ ഞാൻ പറയുന്നു വിജിലൻസ് കമ്മീഷനും അത് അങ്ങനെ തന്നെയാണ്. ദേശീയ തലത്തിലെ അഴിമതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോക്പാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ നിലവിൽ വന്ന അഴിമതി വിരുദ്ധ സ്ഥാപനമാണ് ലോക്പാൽ. എങ്ങനെ? ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലും ഉള്ള അഴിമതി കണ്ടെത്തുന്നതിന് വേണ്ടി കുറെ കൂടെ വിശാലമാണ് ലോക്പാൽ. എന്നാൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഉദ്യോഗ തലത്തിലുള്ള അഴിമതി തടയാൻ 1964
ഫെബ്രുവരി 11 വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിലെ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് അറിയോ? കെ സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇന്ത്യയിലെ 2ാം ധനകാര്യ കമ്മീഷന്റെയൊക്കെ ചെയർമാനായിരുന്ന കെ സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാൽ ലോക്പാലും ലോകായുക്തയും, ശ്രദ്ധിച്ച് കേൾക്കുക, അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്നറിയുമോ? ഇന്ത്യയിലെ 1ാം ഭരണ പരിഷ്കരണ കമ്മീഷൻ. 1966 നിലവിൽ വന്ന മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഇന്ത്യയുടെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, 1ാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ് അഴിമതി തടയുന്നതിന് ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് കുറേ ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുബന്ധ വിവരങ്ങളും കൂടി ഒന്ന് ഞാൻ പറഞ്ഞു പോകാൻ ശ്രമിച്ചു. 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല, ഒരല്പം കൂടി സമയമെടുത്തു. പക്ഷെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നിരുന്നുവെങ്കിൽ 2-2.5 മണിക്കൂർ വരെ അല്ലെങ്കിൽ 3 മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കൂടി പഠിച്ചു പോകാം. ഇതിപ്പം ഞാൻ പറഞ്ഞ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഈ പറഞ്ഞ അനുബന്ധ വിവരങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഒരു റിവിഷനായി എന്ന് വിശ്വസിക്കുന്നു. പഠിച്ച കാര്യങ്ങളൊന്നും ഓർക്കാൻ സഹായകമായില്ലേ ഈ ക്ലാസ്? അപ്പോൾ സുഹൃത്തുക്കളെ, ചലഞ്ചർ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക. ഒരുപാട് താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. വരുന്ന പരീക്ഷകൾ, നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന പരീക്ഷകളിലൊക്കെ അപ്ലൈ ചെയ്യുക. പരീക്ഷകൾ എഴുതുക, വലിയ വിജയം നേടുക. വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവും വ്യക്തമായ ലക്ഷ്യബോധവും കഠിനാധ്വാനവും നിങ്ങൾക്കുണ്ട് എങ്കിൽ ചലഞ്ചർ ആപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം സുനിശ്ചിതം. ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.